దేవునికి స్తోత్రం కలుగును గాక. ദൈവത്തിന്റെ നാമം മഹത്വം കൊടുക്കുമാറാകട്ടെ. దేవుడు ఇచ్చినటువంటి ఈ సదవకాశాన్ని బట్టి దేవునికి వందనాలు తెలియజేస్తున్నాను. ദൈവം ഒരുക്കിയ നല്ല സാവകാശനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. దేవుడు మన కోసం తీసుకొచ్చినటువంటి జ్యోతిష్ మాస్టర్ గారి ట్రాన్స్లేటర్ గారిని బట్టి కూడా దేవునికి స్తుతిస్తున్నాను. ദൈവം നമുക്കായി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ട്രാൻസ്ലേറ്റർ ആയിരിക്കുന്ന ദാസന് കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. వాస్తవానికి ఇక్కడ అందరూ పెద్ద సేవకులు, సీనియర్ సేవకులు ఉన్నారు. വാസ്തവം പറഞ്ഞാൽ അവിടെ വലിയ സീനിയേഴ്സ് പാസ്റ്റർമാരുണ്ട്. వాళ్ళందరూ మా అన్నయ్యలు. അവരെല്ലാം എനിക്ക് എൻ്റെ ജ്യേഷ്ഠന്മാരാണ്. అదే అనేక విషయాల్లో మేము వాళ్ళని చూసి అనేక വിഷയാలు నేర్చుకున్నాం. അനേക കാര്യങ്ങൾ ഞാൻ എൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാർ കൂടി കേട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. యాక్చువల్గా వాళ్ళు వాక్యం చెప్తే బాగుండేది. എന്നാൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ ദിവാസന്മാർ വചനം പറയാൻ ഏറ്റവും നല്ലതാണ്. అలాగే చెప్పాను, మీరే చెప్పాలన్నా అని చెప్పాను. ഞാൻ നിങ്ങൾ അവരോട് സംസാരിക്കാൻ പറഞ്ഞായിരുന്നു. లేదు, మేమందరం మీ పేరే ఏదో చెప్తున్నా అన్నారు. എന്നാൽ ഞാൻ നിങ്ങളുടെ പേരാണ് ഈ ദിവസം പറയുന്നത് അവർ എന്നോട് പറയുവാനായിട്ട് തീർന്നു. ఏం చెప్పాలో నాకు అర్థం కాలేదు. ഞാൻ എന്ത് പറയാമെന്ന് എനിക്കറിയത്തില്ല. పాటలు పాడుతున్నప్పుడు ప్రార్థన చేస్తున్నప్పుడు వెనక్కి కూర్చొని నేను కూడా ప్రార్థనలో ఉన్నా. നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും പുറകിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രഭു യേശുവേ, എന്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്? ഞാനൊരു ബലഹീനനാണ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, സംസാരിക്കുവാൻ കഴിയുമെന്ന്. జోసెఫ్ దిలీప్ అన్న ప్రార్థన చేస్తూ ജോസഫ് ദിലീപ് പാസ്റ്റർ പ്രാർത്ഥന ചെയ്ത സമയത്ത് ఒక మాట అన్నారు. ഒരു സംസാരിച്ചു. ആ പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞു, మీరేం చెప్పాలో అన్న విషయం గురించి టెన్షన్ పడకండి. നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. మీకు వాక్కుని ఇస్తాడని చెప్పారు. ദൈവം നിനക്ക് സംസാരിക്കാനുള്ള വചനം തരുമെന്ന് പറഞ്ഞു. ప్రార్థన చేసినప్పుడు దేవుడు నాతో మాట్లాడాడు. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ തന്നെ ദൈവനോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. దేవునికి స్తోత్రం కలుగును. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. దేవుడు మాట్లాడే విధానం, ദൈവം സംസാരിക്കുന്ന ആ വിധം എന്ന് പറഞ്ഞാൽ కొన్నిసార్లు అది వేరే వాళ్ళకి హెచ్చరిక అవుతుంది. മറ്റുള്ളവർക്ക് അത് ഒരു പ്രത്യേകമായിട്ട് എന്ത് അറിയിപ്പ് പോലെയാണ്. కొన్నిసార్లు దేవుడు బాధలో ఉన్న వారికి మనల్ని పంప ఆదరణ కలుగజేస్తాడు. ചില സമയത്ത് ദൈവം ചില ദുഃഖിച്ചിരിക്കുന്നവർക്ക് എന്ത് അല്ലെങ്കിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് നമ്മുടെ സംസാരം എന്ത് നമ്മളെ പറഞ്ഞു വിട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വർത്തമാനമായിരിക്കും പറയുന്നത്. కొన్నిసార్లు దైవజనుడు హెచ్చరికలు తీసుకుని వెళ్తాడు, ఆదరణ వార్తను తీసుకుని వెళ్తాడు. ചില സമയത്ത് ദൈവദാസന്മാർ എന്ത് ചെയ്യുക, ആശ്വാസത്തിന്റെ വചനങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബലപ്പെടുത്തുന്ന വചനങ്ങൾ എടുത്തുകൊണ്ട് പോകാറുണ്ട്. కొన్ని సందర్భాలలో తాను మోసుకొని పోతున్న వార్త వింటున్న వారికే కాదు, తనకు కూడా ఒక వార్త ఉంటుంది. എന്നാൽ ചില സമയങ്ങളിൽ ദൈവദാസന്മാർ സംസാരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്തുകൊണ്ട് പോകുന്ന സംസാരം അത് കേൾക്കുന്നവർക്ക് മാത്രമല്ല, അത് പറയുന്ന ദൈവദാസനം കൂടെ എന്ത് ചെയ്യുക, അനുഗ്രഹമായി മാറാറുണ്ട്. దేవుడు నన్ను ప్రేరేపించినటువంటి వార్త, ഇപ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് നിങ്ങൾക്ക് മാത്രമല്ല, నాతో కూడా దేవుడు మాట్లాడుతున్న వార్త. അത് എന്നോടുകൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. దేవుడు అద్భుతమైనటువంటి గాయకులను మనకు ఇచ్చాడు. ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സംഗീതജ്ഞരെ നമുക്ക് നൽകി കഴിഞ്ഞു. పాలకాడ్ నుంచి రోబిన్ పాస్టర్ గారు మంచి పాట పాడారు. പാലക്കാട് ദാസൻ റോബിൻ പാസ്റ്റർ നല്ലപോലെ പാട്ടുപാടാൻ ഇടയായി തീർന്നു. వేకువజామునే లేచి പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥന ചെയ്യണം. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥന ചെയ്യണം? ആ ഗത്സമന തോട്ടത്തിൽ കർത്താവ് യേശു എപ്രകാരം പ്രാർത്ഥിച്ചു അതേ വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മോട് സംസാരിച്ചു. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ആരോട് പ്രാർത്ഥിക്കണം? നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ അർത്ഥമുള്ള നല്ലൊരു പാട്ട് ദാസൻ റോബിൻ പാടുവാനായി തീർന്നു. അതും വലിയൊരു സന്ദേശമാണ് നമുക്ക്. അതിനുശേഷം ഫിലിപ്പ് പാസ്റ്റർ പാട്ട് പാടുവാൻ ഇടയായി തീർന്നു. ആ പ്രാർത്ഥിക്കുന്ന നമുക്ക് ജയമുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഭാരപ്പെടേണ്ട, വ്യാകുലപ്പെടേണ്ട എന്ന് പറയാനായി തീർന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥന ചെയ്യാൻ വന്നിരിക്കുന്ന നമുക്ക് നിശ്ചയമായിട്ടും ഒരു ജയമുണ്ട്. ദൈവത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം നമുക്ക് വളരെ അറിയാവുന്ന ഒരു ഭാഗമാണ്. 122 സങ്കീർത്തനം
ആറാമത്തെ വാക്യം വായിക്കാം. 122 സങ്കീർത്തനം 6-ാമത്തെ വചനം, 6-7 വാക്യങ്ങൾ. యెరూషలేము యొక్క క్షేమము కొరకు ప్రార్థన చేయుడి. యెరూషలేమా, నిన్ను ప్రేమించువారు వర్ధిల్లుదురు. నీ ప్రాకారములలో నెమ్మది కలుగును గాక, నీ నగరులలో క్షేమముండును గాక. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. దేవుని సహాయం కొరకు చిన్న మాట ప్రార్థన చేద్దాం. ദൈവത്തിന്റെ ആത്മസഹായത്തിനായി നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ప్రేమ కలిగిన మా మహాపరిశుద్ధ దేవా, സ്നേഹവാനായ നല്ല സ്വർഗീയ നല്ല പിതാവേ, బంగారు పాదాలకు వందనాలు నాయనా. നിന്റെ സ്വർഗീയമായ നല്ല സന്നിധിക്കായി സ്തോത്രം ചെയ്യുന്നു. ఔట్రీచ్ ప్రేయర్ టీమ్ ను, ഓഫീർ മിനിസ്ട്രീസ് ఔట్రీచ్ ప్రేయర్ టీమ్ ను, ഔട്ട്റീച്ച് പ്രയർ ടീമിന് పాలకాడ్ నడిపించినందుకు నీకు స్తోత్రం. പാലക്കാട്ടേക്ക് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ఇక్కడ సేవకులను మాకు సహకారులుగా మీరు ఉంచినందుకు వందనాలు నాయనా. ഇവിടെ ദൈവത്തിന് അഭിഷേകമാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. జరిగిన ప్రార్థనను బట్టి నీకు స్తోత్రాలు ప్రభు. ഈ ദിനങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. ఈ దినాన్ని జరగబోతున్న ప్రార్థన కొరకు నీకు వందనాలయ్యా. ഈ ദിനങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനക്കായി ദൈവം എന്നെ സ്തുതിക്കുന്നു, എന്നെ വാഴ്ത്തുന്നു. చర్చిని బట్టి నేను స్తుతిస్తున్నాను. ഫേസ് സിറ്റി ചർച്ചിനായി സ്തുതിക്കുന്നു. ఈ సంఘాన్ని మీరు దీవించండి తండ్రి. ഈ സഭയെ അങ്ങ് അനുഗ്രഹിക്കണമേ, വർദ്ധിപ്പിക്കണമേ. చదవబడినటువంటి లేఖనం ద్వారా ഇവിടെ പ്രസംഗിക്കുന്ന വചനപ്രകാരം మాతో మీరు మాట్లాడండి ప్రభువా. ദൈവം എന്നോട് ഇവിടെയുള്ള എല്ലാവരോടും സംസാരിക്കണമേ. ఈ వాక్యం మీరు పంపినప్పుడు ప్రభువా, ദൈവം ഞങ്ങളുടെ വചനം അങ്ങ് അയക്കുമ്പോൾ గొప్ప మేల్కొల్పు కలుగుతుంది నాయనా. വലിയ അനുഗ്രഹങ്ങൾ തന്നെ ലഭിക്കും, അടയത്തിരുമല്ലോ. గొప్ప భారం మాకు కలుగునట్లుగా మాతో మాట్లాడండి తండ్రి. ദൈവമേ, ഞങ്ങൾക്ക് വലിയൊരു ആത്മ സമർപ്പണം ഉണ്ടാകുന്ന വിധത്തിൽ ഞങ്ങളോട് സംസാരിക്കണമേ. ప్రతివిధమైన చీకటి శక్తులను ഇതിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും యేసు నామమున బంధించి వేస్తున్నాం. യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. మీరు మీ చిత్తానికి అప్పగించుకుంటున్నాం. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. యేసు నామమున వేడుకుంటున్నాం తండ్రి. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേൾക്കണം. దేవునికి స్తోత్రం కలుగును గాక. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. హల్లెలూయా. ഹല്ലേലൂയ. మరి ప్రత్యేకంగా പ്രത്യേകമായിട്ട് ఓఫీర్ మినిస్ట్రీస్ లో ఉన్న వారికి ഓഫീർ മിനിസ്ട്രീസിലുള്ളവരോട് ఈ చదవబడినటువంటి లేఖనము సుపరిచితమైన మాట. നമ്മൾ വായിച്ച ഈ വാക്യഭാഗം വളരെ സുപരിചിതമാണ്. ఓఫీర్ మినిస్ట్రీస్ ఇంటర్నేషనల్ సంఘానికి పునాది వాక్యాలలో ఇది ఒకటి. ഈ ഓഫീർ മിനിസ്ട്രീസിക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു വാക്യ ശകലമാണിത്. యెరూషలేము యొక్క క్షేమము కొరకు ప్రార్థన చేయండి. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. మనం భారతీయులము, നമ്മൾ ഭാരതീയരാണ്. మాది ఆంధ్ర, ഞാൻ ആന്ധ്രയിലുള്ളവരാണ്. మన సహోదరుది కేరళ. ഈ സഹോദരൻ കേരളത്തിൽ നിന്നുള്ളതാണ്. మనం ప్రార్థన చేయడానికి వచ్చిందేమో పాలక్కాడ్. നമ്മൾ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നിരിക്കുന്നത് പാലക്കാട് എന്ന സ്ഥലത്താണ്. లేఖనమేమో యెరూషలేము. നമ്മൾ വായിച്ച വാക്യഭാഗത്തിനകത്ത് കേൾക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് യെരൂശലേമാണ്. వ్యతిరేకులు ఈ రకంగా మనల్ని మన గురించి అవహేళన చేస్తూ ఉంటారు. ഇങ്ങനെ സുവിശേഷ ഈ വചനങ്ങളെ ഇങ്ങനെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇതെടുത്ത് നമ്മോട് എന്ത് ചെയ്യുക, തർക്കിക്കാറുണ്ട്. ఉన్నటువంటి వాళ్ళలో అనేక మంది సేవకులమే ఉన్నాం. എന്നാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ഭൂരിഭാഗവും ദൈവദാസന്മാരാണ്. ఇది పాస్టర్స్ ప్రేయర్ మీటింగ్ ఏమో మరి. ഇത് പാസ്റ്റേഴ്സിന്റെ ഒരു പ്രാർത്ഥനാ കൂട്ടം പോലെയുണ്ട്. కాబట్టి అందరికీ అన్ని విషయాలు తెలుసు. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും അറിയാവുന്നവരാണ്. తెలియదని కాదు, അറിയത്തില്ലെന്നല്ല, సందర్భాన్ని బట్టి గుర్తు చేస్తున్నాం. എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അത് നിങ്ങളോട് ഞാൻ അറിയിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. యెరూషలేము అనగా യെരൂശലേം എന്ന് പറഞ്ഞാൽ ఇశ్రాయేలు దేశంలో ఉన్నటువంటి ഇസ്രായേൽ ദേശത്തുള്ള ఒక పట్టణం కాదు, ఇశ్రాయేల్ రాజధాని కాదు. ഒരു పట్టണം അല്ലെങ്കിൽ രാജധാനി അല്ല. యెరూషలేము అనగా దేవుని సంఘము. യെരൂശലേം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭയാണ്, സംഘമാണ്. ప్రపంచవ్యాప్తంగా చెదిరి ఉన్నటువంటి సంఘం. അത് ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ആഗോള വ്യാപനത്തിലുള്ള ഒരു സംഘമാണ്. యెరూషలేము యొక్క క్షేమం కొరకు ప్రార్థన చేయడం అంటే അപ്പോൾ യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ సార్వత్రిక సంఘ క్షేమాభివృద్ధి కొరకు ప్రార్థన చేయడం. ആ സാർവത്രിക സഭയുടെ അഭിവൃദ്ധിക്കായി, ക്ഷേമത്തിനായി, സമാധാനത്തിനായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 200 పైచిలుకు దేశాలలో అది చిన్న సంఘమైనా పెద్ద సంఘమైనా ఆ సంఘాల కొరకు ప్రార్థన చేయడం అని అర్థం. അത് ചെറിയ സഭയാണെങ്കിലും വലിയ സഭയാണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. దేని కొరకు ప్రార్థన చేయాలి అంటే നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ యెరూషలేము యొక్క క్షేమము కొరకు ప్రార్థన చేయాలంట. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണം. ఎందుకు మరి ఇప్పుడు క్షేమం లేదా? എന്താ, നമുക്ക് ഇപ്പോൾ ക്ഷേമമില്ലേ, സമാധാനമില്ലേ സഭയ്ക്ക്? అవును, యెరూషలేము నగరానికి, దేవుని రాజ్యానికి, దేవుని సంఘానికి ఏదో ఒక ఆపద ఉన్నది. യെരൂശലേം സഭയ്ക്ക് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ഇപ്പോൾ സമാധാനമില്ല, എന്തോ ഒരു ആപത്തന്തി വന്നു കിടക്കുന്ന പോലെ അവസ്ഥയിലാണ്. పై చూపులకు పెద్ద గుడులు, గోపురాలు, പുറമെ നോക്കുമ്പോൾ വലിയ മോടുപിടിപ്പുള്ള വലിയ ബിൽഡിങ്ങുകളും
ആ മണിമന്ദിരങ്ങളും ആലയങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. కానీ అందులో క్షేమం లేదు. എന്നാൽ അതിനകത്ത് സമാധാനമില്ല, ഐക്യതയില്ല. మొన్న ఒక పాస్టర్ గారు మాట్లాడుతూ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പാസ്റ്റർ പ്രസംഗിച്ചു. దీనికి ముందుగానే మేము దీనికి ముందు ഇതിനു മുന്നമേ മാവേലിക്കര കൊല്ലം ജില്ലയിൽ ആലപ്പുഴയിൽ മാവേലിക്കരയിൽ പ്രസംഗിക്കുമ്പോൾ 3 దినాల ഔട്ട്റീച്ച് പ്രേയർസ് జరిగాయి. 3 ദിവസത്തെ പ്രാർത്ഥന അവിടെ ആലപ്പുഴയിൽ ജില്ലയിൽ മാവേലിക്കരയിൽ നടന്നു. అక్కడ ఒక పాస్టర్ గారు చెప్పిన మాట, അവിടെ ഒരു പാസ്റ്റർ പറഞ്ഞ ഒരു ഭാഗം ഇതാണ്. ఒక పెద్ద సంఘం ఉంది, ഒരു വലിയ സഭയുണ്ട്, చాలా ధనవంతులు వెళ్ళే సంఘం, ഒത്തിരി പണക്കാർ ധനവാന്മാർ കടന്നുപോയി പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ്. నగర ప్రముఖులందరూ ఆ సంఘ సభ్యులు, നഗരത്തിലുള്ള അല്ലെങ്കിൽ പട്ടണത്തിലുള്ള വലിയ പ്രഭുക്കന്മാർ അല്ലെങ്കിൽ ധനാഢ്യന്മാർ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം. అందులో ఒక మామూలు సాదా సీదా వ్యక్తి ఆరాధనకు వెళ్తూ ఉన్నప్పుడు അങ്ങോട്ട് ഒരു പാവപ്പെട്ട സാധാരണക്കാരായ ഒരു വ്യക്തി പ്രാർത്ഥനയ്ക്കായി കടന്നു പോകാൻ ആഗ്രഹിച്ചു. కానీ వాళ్ళు మా సంఘ సభ్యుడు కావడానికి నువ్వు అనర్హుడివి, എന്നാൽ നിങ്ങൾ എന്റെ സഭയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ യോഗ്യരല്ല, അർഹരല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. సొంత ఇల్లు ఉండాలి, നിനക്ക് സ്വന്തമായിട്ട് വീട് വേണം, కారు ఉండాలి, സ്വന്തമായിട്ട് കാറ് വേണം, కారులోనే రావాలి సంఘానికి, നീ കാറിൽ എന്ത് ചെയ്യാ ആലയത്തിലേക്ക് വരണം, నీకు మంచి ఉద్యోగం ఉండాలి, നിനക്ക് നല്ല ജോലി ഉണ്ടാകണം. ఇవేవి నీకు లేవు కాబట్టి ഇത് ഒന്നും നിനക്ക് ഇല്ലാത്തത് കൊണ്ട് నువ్వు ఈ సంఘానికి రాలేవు. നീ സഭയിലേക്ക് വരേണ്ട ആവശ്യമില്ല. అప్పుడు ఆ సంఘం నుంచి బయటకు వెళ్ళిపోయి ఆ చెట్టు కింద కూర్చొని ఏడుస్తున్నాడట. ആ വ്യക്തി പുറത്തേക്ക് പോയി ഒരു മരത്തിന്റെ കീഴിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കരയുമ്പോൾ ఆ పక్కన ఇంకొక వ్యక్తి కూడా ఏడుస్తూ ఉన్నాడట. അവിടെ സൈഡിൽ ഇരുന്ന് മറ്റൊരു వ్యക്തി കൂടെ ആ കണ്ണുനീരോടെ കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ఆ వ్యక్తి వచ్చి అన్నాడు, ఎందుకు ఏడుస్తున్నావు అని. ആ വ്യക്തി ഈ വ്യക്തിയോട് ചോദിക്കട്ടെ, എന്തിനാണ് നീ കരയുന്നത്? నేను ఎంతో ఆశతో ప్రార్థనకు వచ్చాను, నన్ను రానివ్వటం లేదు. ഞാൻ എത്രയോ ആശയോടെ ഏറെ ആശയോടെ ഞാൻ പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുന്നു, പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല. నన్నే రానిలేదు, నిన్నెలా రాణిస్తారా అన్నాడంట. അപ്പോൾ ఆ వ్యക്തി പറയാണ്, എന്നെയോ അകത്തേക്ക് വിട്ടില്ല, പിന്നെ നിന്നെ അകത്തേക്ക് വിടുമോ എന്ന്. మరి ఇంటికి నువ్వెవరు అని అడిగాడంట ఆ విశ్వాసి. അപ്പോൾ ആ వ్యക്തി ചോദിച്ചു, നീ ആരാണെന്ന് ആ വ്യക്തിയോട് ചോദിച്ചു. నేనే యేసుక్రీస్తుని అన్నాడు. അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, ഞാനാണ് യേശു ക്രിസ്തു, എന്നെയോ വിട്ടില്ല, പിന്നെ നിന്നെ വിടുമോ എന്ന് ചോദിച്ചു. చాలా సంఘాలలో അനേക സഭകളിൽ యేసు లేడు, യേശുവില്ല, దేవుని వాక్యం లేదు, ദൈവത്തിന്റെ വചനമില്ല, దేవునికి వాక్య వ్యతిరేకమైన కార్యక్రమాలు జరుగుతూ ఉన్నాయి. ദൈവത്തിന്റെ വചനത്തിന് വിരോധമായിട്ടുള്ള അല്ലെങ്കിൽ വിരോധമായിട്ടുള്ള കാര്യങ്ങളാണ് സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യേശു తన సొంత రక్తం ఇచ్చి సంపాదించిన సంఘం, തന്റെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയാണ് ദൈവസഭ. దేవుని వాక్యానికి చోటు లేకుండా అయిపోయింది. ആ സഭയിൽ ദൈവവചനത്തിന് പ്രാധാന്യമില്ലാതെ പോയി. మానవ పారంపర్యాచారం మాత్రమే మిగిలింది. ആ മനുഷ്യന്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ആചാരങ്ങൾ മാത്രമായി ഉൾക്കൊള്ളുന്നതായിട്ടൊരു ആരാധനാലയം മാറിക്കൊണ്ടിരിക്കുന്നു. యేసుక్రీస్తు సిలువలో చిందించిన రక్తం ద్వారా సంపాదించిన సంఘాన్ని, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം കൊണ്ട് വീണ്ടെടുത്ത ആ സഭയിൽ ആദിമ അപ്പോസ്തലന്മാർ അതേ ഭാരത്തിൽ ആ രക്തം ചൊരിയാനിടയായി തീർന്നു. അവർ എന്ത് ചെയ്യാ ആ രക്തസാക്ഷികളായി മാറുവാനായി തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം സംസാരിക്കാൻ കാരണമായി തീരുന്നത്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ തോമസ് ഈ കേരളത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ఆయన ఒక మిషనరీగా వచ్చాడు. അദ്ദേഹം ഒരു മിഷണറിയായി കടന്നു വന്നു. ఒక అవుట్రీచ్ భారంతో వచ్చాడు. ആത്മാക്കൾ നേടണമെന്നുള്ള ആഗ്രഹത്തോടെ കടന്നു വന്നു. ఇశ్రాయేలు పరిసర ప్రాంతాల్లో పెరిగిన వ్యక్తి, ഇസ്രായേലിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തി భారతదేశానికి ఒక మిషనరీగా వచ్చారు. ഭാരതദേശത്തിലേക്ക് ഒരു മിഷണറിയായി കടന്നു വന്നു. అపోస్తలుడైన తోమా, അപ്പോസ്തലനായ തോമസ്. ఒకసారి ఆలోచన చేద్దాం. ఒకసారి നമുക്ക് ഒരു നിമിഷം ആലോചിക്കാം. അവിടുത്തെ അന്തരീക്ഷം വേറെയാണ്, ഇവിടുത്തെ അന്തരീക്ഷം വേറെയാണ്, ഇവിടുത്തെ ഭാഷ വേറെയാണ്, അവിടുത്തെ ഭാഷ വേറെയാണ്. ഇവിടെ മലയാളം, അവിടെ ഹെബ്രായ ഭാഷയാണ്. എന്നാൽ ഭാഷ അറിയത്തില്ല. ആ അന്തരീക്ഷത്തിന്റെ മാറ്റങ്ങൾ, വ്യതിയാനങ്ങളുണ്ട്. ആഹാരത്തിലെ വ്യതിയാനങ്ങളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അത്ര ദൂരം യാത്ര ചെയ്ത് ഈ കേരളത്തിലേക്ക് ഇടയായി തീർന്നു. ഇവിടെ കർത്താവിന് വേല ചെയ്ത് ഈ കേരളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ദൈവത്തിന്റെ വചനം അറിയിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ നിന്നുപോയോ? അല്ല, చెన్నై వరకు వెళ్ళారు. കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് എന്ത് ചെയ്യാ, മദ്രാസിലോട്ട് അദ്ദേഹം യാത്ര ചെയ്യണേ തീർന്നു. చెన్నైలో ఆయన
సాక్షి అయ్యారు. ചെന്നൈയിൽ വെച്ചുള്ള മദ്രാസിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുക രക്തസാക്ഷിയെ മാറോടെ തീർന്നു. మన ప్రాంతాలలో ఉన్న సంఘాలు നമ്മുടെ ഗ്രാമങ്ങളിൽ പ്രാന്തപ്രദേശങ്ങളിലുള്ള സഭകളിൽ ഇതേ ഭാരത്തിൽ అనేక ప్రాంతాల నుండి వచ్చిన మిషనరీల ద్వారా స్థాపించబడ్డాయి. അനേക മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിൽ നിന്ന് കടന്നു വന്ന സുവിശേഷം അറിയിച്ച് സഭകൾ പണിത് അവിടെ രക്തസാക്ഷികളെ മാറിയിട്ടുള്ള അല്ലെങ്കിൽ സഭകൾക്ക് അടിസ്ഥാനമിട്ട അനേക ദൈവദാസന്മാരുണ്ട്. ఇంత వెలచెల్లి అటు యేసుక్రీస్తు ఇటు భక్తులు ఎంతో వెలచెల్లించి ప్రయాసపడిన సంఘం ഇതുപോലെ അനേക ദൈവദാസന്മാർ പൂർവ്വപിതാക്കന്മാർ വില കൊടുത്ത് സമ്പാദിച്ച് വളർത്തി വലുതാക്കിയ ദൈവത്തിന്റെ സഭ చిన్నాభిన్నమైపోయింది. അത് താറുമാറായി പോയി അല്ലെങ്കിൽ ശിഥിലമായി പോയി. క్షేమస్థితి లేదు ఇప్పుడు. ഇപ്പോൾ സമാധാനമില്ല, അഭിവൃദ്ധിയില്ല. అందుకొరకు మనం ప్రార్థన చేయాలి. അതുകൊണ്ട് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. కట్టబడిన సంఘాలు చేయబడిన సేవ ആ കെട്ടപ്പെട്ട സഭ അല്ലെങ്കിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭ చేయబడిన సేవ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വേല ఎంత భారంతో చేశారో మనం ఆలోచించాలి. എത്ര വലിയ ആളുടെ ഭാരത്തോടെ നമ്മുടെ പിതാക്കന്മാർ ചെയ്തു വന്ന സഭ കർത്താവിന്റെ വേലയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ అనే ఒక മിഷണറി చీకటి ఖండమైన ఆఫ్రికా ఖండానికి వెళ్ళారు. ഇരുട്ടിന്റെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിലേക്ക് കടന്നുപോയി. సంపన్న దేశమైన అమెరికా నుండి സമ്പന്ന ദേശമായിട്ടുള്ള രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ നിന്നും అట్టడుగు స్థాయిలో ఉన్నటువంటి చీకటి ఖండానికి మిషనరీగా వెళ్ళారు. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്ക എന്ന രാജ്യത്തിലേക്ക് മിഷണറിയായി കടന്നുപോയി. ఎన్నో కష్టాలు అనుభవించారు. എത്രയോ കഷ്ടപ്പാടുകൾ അദ്ദേഹം അനുഭവിച്ചു. ఈ సందర్భంగా చాలా మంది చదివే ఉంటారు ఆ గ్రంథాన్ని. ആ ഗ്രന്ഥം പുസ്തകം അനേകർ വായിച്ചിട്ടുണ്ടാകാം. ఈ సందర్భంగా నేను ఒక మనవి చేస్తున్నాను. ഈ സന്ദർഭത്തിൽ ഞാൻ അതിന്റെ ഒരു ഭാഗം കൊട്ടേഷൻ കോട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു. మిషనరీ యాత్రకై పరుగులు తీస్తున్నటువంటి భారం కలిగినటువంటి సేవకులు విశ్వాసులు കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ అంతకు ముందు మన ముందు పరుగులు తీసినటువంటి మిషనరీల చరిత్రలు జీవిత చరిత్రలు చదువు ఆటోబయోగ్రఫీ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നമേ നമുക്ക് മുന്നമേ സഞ്ചരിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്ത ശ്രേഷ്ഠ അഭിഷിക്തന്മാരുടെ ജീവചരിത്രം ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് ഏറ്റവും എന്ത് ചെയ്യുക അത്യന്താപേക്ഷിതമായ ഉചിതമാണ്. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ పలుమార్లు నేను మోకరించి దేవుని పాదాలు పట్టుకొని ఏడ్చాను. അവളുടെ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുക പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുഴങ്കാലിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക അദ്ദേഹം മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. పేజీ చదువుతున్నప్పుడు ఒక్కొక్క చాప్టర్ చదువుతున్నప్పుడు ഓരോ അധ്യായങ്ങളും വചനം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ కన్నీరు ఉబుకు వస్తుంది. കണ്ണുനീര് അവന്റെ കണ്ണിൽ നിന്ന് ഒഴുകുമായിരുന്നു. ఎంత అంకిత భావంతో ఎంత డెడికేషన్ తో ఈ భక్తులు పరిచర్య చేశారు. എത്ര ആത്മസമർപ്പണത്തോടെ ആത്മഭാരത്തോടെ അദ്ദേഹം എന്ത് ചെയ്യുക തന്റെ വേല ചെയ്യുവാനിടയായി തീർന്നു. నాలో ఎందుకు ఈ భారం లేదు, എന്തുകൊണ്ട് കർത്താവ് എന്നിൽ ഈ ഭാരമില്ല, ఎందుకు నాకు అంత సంపూర్ణ సమర్పణ లేదు, കർത്താവ് എന്തുകൊണ്ട് എനിക്ക് എന്റെ ജീവിതം അത്രമേൽ എന്ത് ചെയ്യും ആത്മസമർപ്പണമില്ല. అటువంటి భారంతో నన్ను నింపు ప్రభువా, യേശുവേ അത്രയും എന്ത് ചെയ്യുക വലിയൊരു ആത്മസമർപ്പണത്തിലോട്ട് ആത്മഭാരത്തിലോട്ട് കർത്താവ് എന്നെ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഡേവിഡ് ലിവിങ്സ്റ്റൺ తన కుటుంబాన్ని విడిచిపెట్టి തന്റെ കുടുംബത്തെ ഒഴിവാക്കി ఆయన ఒక్కడు సేవలో సంచరించాడు. അദ്ദേഹം ഒറ്റയാനായിട്ട് എന്ത് ചെയ്യുക കർത്താവിന്റെ വേലയിൽ യാത്ര തിരിച്ചു. ఒక పూరి గుడిసెలో ఉండేవాడు. വലിയ ചെറിയൊരു എന്ത് ചെയ്യുക കുടിലുണ്ടായിരുന്ന വ്യക്തി అడవి గుండా ప్రయాణాలు చేస్తూ వనത്തിനകത്തൂടെ യാത്ര ചെയ്ത് అక్కడ వెళ్తున్నటువంటి వాళ్ళలో ఒక గన్ మ్యాన్ కాపలా ఉండాలి రాత్రి అంతా. കടന്നു പോകുമ്പോൾ അവിടെ ഒരു രാത്രി മൊത്തം എന്ത് ഒരു ഗൺമാൻ എന്ത് കാവലായിട്ട് ഉണ്ടാകണം, സെക്യൂരിറ്റി. మిగిలిన ప్రయాణికులు పడుకుంటారు. ബാക്കിയുള്ള യാത്രക്കാരെല്ലാം അവിടെ ഉറങ്ങും. ఒక 4-5 గంటలు పడుకున్న తర్వాత 4-5 മണിക്കൂർ ഉറങ്ങിയതിനു ശേഷം ఈ కాపలా కాసిన వెళ్ళి వ్యక్తి పడుకుంటాడు, మరొక రోజు కాపలా కాస్తాడు. ഈ 5 മണിക്കൂർ എന്ത് ചെയ്യുക കാവൽ നിന്ന വ്യക്തി പോയി കിടന്നുറങ്ങും, മറ്റൊരാൾ കഴിഞ്ഞിട്ട് വന്ന് കാവൽ നിൽക്കും. భయంకరమైన క్రూర మృగాలు సింహాలు పులులు సంచరించే స్థలాలలో ఆయన సేవ చేశాడు. അനേകം സിംഹങ്ങളും കടുവകളും എന്ത് പുലികളും എന്ത് ക്രൂരമൃഗങ്ങൾ മനുഷ്യ കടിച്ചു നിന്ന് നശിപ്പിക്കുന്ന സമയങ്ങളിലുള്ള ഭീകര അന്തരീക്ഷമുള്ള സ്ഥലത്താണ് അദ്ദേഹം കർത്താവിന് വേല ചെയ്തത്. నరమాంస భక్షకుల మధ్య సేవ చేశాడు. മനുഷ്യ മാംസം തിന്നുന്ന ക്രൂരമൃഗങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യുക മനുഷ്യരുടെ ഇടയിലാണ് അദ്ദേഹം കർത്താവിന് വേല ചെയ്തത്. అసలు ఏం సమర్పణది, അത് എത്രമേൽ എന്ത് ചെയ്യുക ആഴത്തിലുള്ള സമർപ്പണമാണ്. ഒരു രാത്രിയിൽ ഒരു സിംഹം దాడి చేసినప్పుడు അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ
അദ്ദേഹത്തിന്റെ വലതുത്തോള് കണ്ണ് గాయపడి ఆయన కనుదృష్టి పోతుంది. അത് മുറിവേൽക്കപ്പെട്ട് അതിന്റെ കാഴ്ച നഷ്ടപ്പെടുകയായി തോന്നുന്നു. ఆఫ్రికా ఖండం ఈ రోజు దేవుని సువార్తతో నింపబడడానికి కారణం లివింగ్ స్టాన్ లాంటి మిషనరీలు చేసినటువంటి ప్రయాసం. ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പറഞ്ഞ ആഫ്രിക്ക ഇന്ന് കർത്താവിന്റെ എന്ത് ചെയ്യാം, യേശുവിനെ കുറിച്ച് അറിയുവാനും ഒരു വലിയ വെളിച്ചത്തിലേക്ക് മാറുവാനുള്ള കാരണമാണ് ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന വ്യക്തി എന്ത് ചെയ്യുക, ആത്മസമർപ്പണത്തോടെ ഭാരത്തോടെ കടന്നു എന്ന് അവിടെ സുവിശേഷം അറിയിച്ചതാണ്. ఇలాంటి ఎంతో మంది మిషనరీస్ ఉన్నారు. ഇതുപോലെ എത്രയോ മിഷണറിമാരുടെ ചരിത്രം നമുക്ക് കേൾക്കുവാനുണ്ട്. കേരളത്തിൽ നിന്നും భారతదేశానికి నార్త్ ఇండియాకి మిషనరీలుగా వెళ్ళి നോർത്ത് ഇന്ത്യയിലേക്ക് മിഷണറിയെ കടന്നുപോയ കുഗ്രാമാలలో సేవ చేస్తున్న കുഗ്രാമങ്ങളിൽ പോയി കടന്നു കർത്താവിന്റെ വേലയിൽ അനേക ദൈവദാസന്മാരുണ്ട്. నేను ఉత్తరాఖండ్ ఒకసారి నేను సేవకు వెళ్ళినప్పుడు ഞാൻ ഉത്തർപ്രദേശ് ഒരിക്കൽ കർത്താവിന്റെ വേലയ്ക്ക് പോയപ്പോൾ అది నేపాల్కి 120 కిలోమీటర్ల దగ్గర ఆ ప్రాంతం. നോർത്ത് ഇന്ത്യയിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് പോയപ്പോൾ നേപ്പാളിൽ നിന്ന് ഒരു 120 കിലോമീറ്റർ അടുത്താണ്. అక్కడ ఒక గ్రామాలలో సేవకు వెళ్ళినప్పుడు അവിടെ കർത്താവിന്റെ വേലയ്ക്ക് പോയപ്പോൾ అక్కడ మిషనరీ కేరళ మిషనరీస్ ఉన్నారు. അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള മിഷണറിമാർ ഉണ്ടായിരുന്നു. ఇట్లాగా సేవ చేశారు మన పూర్వీకులు. ഇതുപോലെയാണ് അനേക നമ്മുടെ പൂർവികന്മാരും കർത്താവിന്റെ വേല ചെയ്തത്. వారి సేవా ఫలంగా వారి త్యాగ ఫలితంగా సంఘాలు ఏర్పడ్డాయి. അവരുടെ ത്യാഗ മനോഭാവവും കർത്താവിന്റെ വേലയുള്ള ആഗ്രഹവും തീഷ്ണതയുമാണ് അനേക സഭകൾ എന്ത് ചെയ്യാൻ പണിയപ്പെടുവാൻ കാരണമായി തീർന്നത്. దేవునికి స్తోత్రం కలుగును గాక. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. కేరళ సంఘాలకు കേരളത്തിലെ സഭകൾക്ക് మా ఓఫీర్ మినిస్ట్రీస్ కి ഞങ്ങളുടെ ഓഫീസ് മിനിസ്ട്രിക്ക് సంబంధం ఉంది, దగ్గర సంబంధాలు ఉన్నాయి. അടുത്ത ഒരു ബന്ധമുണ്ട്, ഒരു ആകർഷണമുണ്ട്. అది ఎలా అంటే അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ పిఎం సమయల్ గారు, అపోజిల్ పిఎం సమయల్ గారు, അപ്പോസ്തലനായ PM ശമൂവേൽ എന്ന പാസ്റ്റർ ఆంధ్రప్రదేశ్ సేవకు వచ్చినప్పుడు ആന്ധ്രാപ്രദേശിൽ കർത്താവിന്റെ വേലയ്ക്ക് വന്നപ്പോൾ రెండే జతల బట్టలతో ఆయన సేవకు వచ్చారు. രണ്ട് ജോഡി വസ്ത്രവുമായിട്ടാണ് കടന്നു വന്നത്. ఒక జత బట్టలు ఒంటి మీద ఉంటే ഒരു വസ്ത്രം ശരീരത്തിൽ ഇട്ടു കഴിഞ്ഞാൽ ఒక జత బట్టలు ఉతుక్కొని ఆరబెట్టుకునేవారు. ഒരു വസ്ത്രം അടുത്ത ജോഡി വസ്ത്രം അലക്കി വെയിലത്ത് ഇടുമായിരുന്നു. అలాగున ఆయన గ్రామం తిరిగి సేవ చేస్తున్నారు. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുക, ഗ്രാമങ്ങൾ ചുറ്റി നടന്ന് കർത്താവിന്റെ വേല ചെയ്തു. సేవ చేస్తున్న సందర్భంలో കർത്താവിന്റെ വേല ചെയ്യുന്ന സമയത്ത് మా ఓఫీర్ మినిస్ట్రీ స్థాపకులైనటువంటి ഓഫീർ മിനിസ്ട്രിയുടെ സ്ഥാപകനായ రంజిత్ ఓఫిరయ్య గారి యొక్క രഞ്ജിത്ത് ഓഫീർ എന്ന వాళ్ళ తాతగారు അദ്ദേഹത്തിന്റെ വെല്ലിച്ചൻ KV ജേക്കബ് PM సమయలయ్య గారిని చేర్చుకున్నారు. PM ശമൂവേൽ പാസ്റ്ററിനെ തന്നോട് കൂടെ ചേർത്തു. కొంతకాలం ఆయనకి సహకరించారు. കുറച്ചു കാലം അദ്ദേഹം ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്തു. కలిసి సేవ చేశారు. രണ്ടുപേരും ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്തു. అదే విధంగా അതുപോലെ మా ఓఫీర్ మినిస్ట్రీస్ ఫౌండర్ అండ్ ప్రెసిడెంట్ ఓఫిరయ్య గారు, ഓഫീർ മിനിസ്ട്രീസിന്റെ ഫൗണ്ടറും പ്രസിഡന്റുമായ ഓഫീർ బాప్టిజం ఇచ్చింది, ബാപ്റ്റിസം സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. ఫిలిప్ అబ్రహాం గారు, ഫിലിപ്പ് అబ్రహాం అనే కేరళ పాస్టర్ గారు. ഫിലിപ്പ് അബ്രഹാം എന്ന കേരളത്തിലെ പാസ്റ്ററാണ്. మా అయ్యగారు మాకు చెప్పేది ఏంటంటే ഞങ്ങളുടെ പാസ്റ്ററിനോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ కేరళ సేవకులు കേരളത്തിലെ പാസ്റ്റർമാർ డిసిప్లిన్ కలిగి അത് ഡിസിപ്ലിൻ ഉള്ളവരാണ്, അച്ചടക്കമുള്ളവരാണ്. ഡെഡിക്കേഷൻ ആത്മസമർപ്പണത്തോടെ భారతదేశంలో సేవ చేశారు. ഭാരതദേശത്തിൽ കർത്താവിന്റെ വേല ചെയ്തു. ఆంధ్రప్రదేశ్లో అనేక గ్రామాలు, తెలంగాణలో గ్రామాల్లో సేవ చేశారు. തെലങ്കാനയിൽ ആന്ധ്രയിൽ അനേക ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തു. అందువల్ల మన సంఘాలు నిలబడ్డాయి. അതുകൊണ്ടാണ് നമ്മുടെ സഭകൾ എന്ത് ചെയ്യുക, സ്ഥിരത്വമായി നിൽക്കുന്നത്. కానీ ఇంత భారంతో సేవను నిలబెట్టారు మన పూర్వీకులు. ഇതുപോലെ വളരെ ഭാരത്തോടെ എന്ത് ചെയ്യുക പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മുടെ സഭകൾ എന്ത് ചെയ്യുക, അവർ അതെല്ലാം നിലനിർത്തിയത്. కానీ ఈ రోజు సంఘాలు എന്നാൽ ഈ ദിനങ്ങളിൽ, ഈ ദിനാന്തങ്ങളിൽ നമ്മുടെ സഭകൾ എന്ന് പറയുന്നത് స్థానం ఇవ్వలేకపోతున్నాయి. ആത്മാവിന് സ്ഥാനം കൊടുക്കാത്ത ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു. వాక్యం ద్వారా ఆదిమ సంఘాన్ని భక్తులు పెంచారు. നമ്മുടെ പൂർവികർ വചനത്തിൽ ദൈവമക്കളെ, ദൈവസഭയെ ഉറപ്പിച്ചു പോന്നു. వాక్యానుసారమైనటువంటి జీవన విధానాన్ని మనకు నేర్పారు. വാക്യം വചനം അനുസരിച്ചുള്ള ഒരു ജീവിതം അവർ നമ്മളെ പഠിപ്പിച്ചു. మన థియోలాజికల్ ఇష్యూస్ గానీ, వ్యక్తిగత జీవితాలు గానీ, അത് ആത്മീയ അല്ലെങ്കിൽ തിയോളജിക്കൽ ബേസ് ചെയ്തിട്ടുള്ള പഠനമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിഗത ജീവിതമാണെങ്കിലും എങ്ങനെ ജീവിക്കണം എന്നുള്ളത് దానికి మూలం బైబిల్ గ్రంథం. അതിന് അടിസ്ഥാനമായിട്ടുള്ളത് വചനമാണെന്ന് അവർ നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ഈ ദിനങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ
വചനപ്രകാരം എടുത്ത് നമ്മൾ ആ വിഷയത്തെ സംസാരിക്കുമ്പോൾ వాక్యం ప్రకారం ఉన్నదా లేదా చూడటం లేదు. ആ വചനപ്രകാരം അത് സത്യമാണോ തെറ്റാണോ എന്ന് നോക്കാറില്ലാരും. మేము ఇదే నమ్ముతున్నాం, ఇలాగే ఉంటాం. ഞങ്ങൾ ഇതാണ് സത്യം, ഇത് ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നു, ഇത് ഞങ്ങൾ മാറുന്നില്ല എന്ന് പറയും. ఎవరికి వారు അവർക്ക് ഇഷ്ടമുള്ളതുപോലെ తాము నమ్మిందే సత్యమని ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ വിശ്വസിച്ച് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ നടക്കുകയാണ്. గుంపులుగా విడిపోయారు. അവർ എന്ത് ചെയ്യുക, കൂട്ടം ചെറിയ കൂട്ടം പോലെ വലുതായി ചിതറിപ്പോയി, ആടുകൾ ചിതറിപ്പോയി. Church is divided into so many divisions. എന്ത് ചെയ്യുക, ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന ഐഡിയോളജിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, അവര് സഭകൾ എന്ത് ചെയ്തു പുലർത്തിക്കൊണ്ട് അനേക സഭകൾ എന്ത് ചെയ്തു, അവർക്ക് ആ കൂട്ടായ്മകൾ അവര് ആ സ്തോത്രം ചേർത്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഐക്യതയില്ല, ഒരു യൂണിവേഴ്സിറ്റി തത്വങ്ങളുടെ ബോധ്യമില്ല. మరి వాక్యానుసారమైన పద్ధతిలో എന്നാൽ വചനപ്രകാരമുള്ള ദൈവത്തിന്റെ പദ്ധതി అందరికి ఐక్యత ఎలా సాధ్యపడుతుంది? അതിനകത്ത് എല്ലാവർക്കും ഒരു ഐക്യത എങ്ങനെയാണ് കടന്നു വരുന്നത്? సార్వత్రిక సంఘ ఐక్యత కొరకు സാർവത്രിക സഭ എന്ന സഭയുടെ ഐക്യതയിൽ ప్రధాన ధ్యేయంగా പ്രധാനമായിട്ടുള്ള വിഷയം ఓఫిర్ అయ్య గారు సేవ చేస్తూ ఉన్నారు. കർത്താവിന്റെ വേല ചെയ്യുന്നു. దాని కొరకై അതിനുവേണ്ടി మేము ప్రార్థన చేస్తా ఉన్నాం. ഞങ്ങൾ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. మా సంఘాలు ఇక్కడ స్థాపించబడాలని కాదు, ഞങ്ങളുടെ സഭ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയല്ല, ఈ సంఘాలు ఉజ్జీవింపబడాలి. ഈ സഭ അനുഗ്രഹിക്കപ്പെടണം, വളർന്നു വരണം. ఈ సంఘాలు వాక్యానుసారంగా ఉండాలి. ഈ സഭ വചനപ്രകാരം ഉണ്ടാകണം. వాక్యానికి ప్రముఖ స్థానం ఇవ్వాలి. വചനത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം అని మేము ప్రార్థన చేయడానికి వచ్చాం. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടന്നു വന്നത്. ఈ ప్రాంత ప్రజలు ఆశీర్వదించబడాలని ప్రార్థన చేయడానికి వచ్చాం. ഈ ഗ്രാമം, ഈ പട്ടണം അനുഗ്രഹിക്കപ്പെടണമെന്ന പ്രാർത്ഥിക്കാൻ കടന്നു വന്നത്. ఇది ఎలా సాధ్యపడుతుంది? ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? സത്യസ്ഥാപന വലനേ സാധ്യപ്പെടുతుంది. സത്യസഭ വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം നിൽക്കുമ്പോഴാണ് സാധ്യമാകുന്നത്. ఒక క్రిస్మస్ మీటింగ్ జరుగుతుంది. ഒരു ക്രിസ്മസിന്റെ പ്രോഗ്രാം നടക്കുന്നു. అప్పుడు అక్కడ చాలా మంది సేవకులు వచ్చారు. അവിടെ ഒത്തിരി ദേവദാസന്മാർ വന്നു. ఒక సేవకుని అడిగారు, ഒരു ദേവദാസനോട് ഇപ്രകാരം ചോദിച്ചു, అయ్యా మీరు బాప్టిస్టా పెంతెకోస్తా? നിങ്ങൾ ബാപ്റ്റിസ്റ്റ് ആണോ പെന്തക്കോസ്താണോ అని ఆ సేవకుడు అందరిని అడుగుతూ ఉన్నాడు. ആ പാസ്റ്റർ എല്ലാവരും ചോദിക്കുന്നു. నేను పెంతెకోస్తా అంటున్నారు ఒక సేవకుడు. ഒരു പാസ്റ്റർ പറഞ്ഞു ഞാൻ പെന്തക്കോസ്താനാണ്. ఇంకొక సేవకుడు అంటున్నాడు నేను బాప్టిస్ట్ సేవకుడు. മറ്റൊരു പാസ്റ്റർ പറഞ്ഞു ഞാൻ ബാപ്റ്റിസ്റ്റ് ആണ്. ఇంకొక సేవకుడు నేను సిఎస్ఐ అంటున్నాడు. മറ്റൊരു പാസ്റ്റർ പറഞ്ഞു ഞാൻ CSI ആണെന്ന് പറഞ്ഞു. మరి ఇంకొక సేవకుడు కూడా అడిగారు, മറ്റൊരു പാസ്റ്ററോട് ചോദിച്ചു మీరు పెంతెకోస్తా బాప్టిస్టా? നീ పెന്തക്കോസ്താണോ ബാപ്റ്റിസ്റ്റ് ആണോ ചോദിച്ചു. అప్పుడు అడిగారు ఈ సేవకుడు, അപ്പൊ ദൈവദാസൻ ചോദിച്ചു యేసుక్రీస్తు వారు పెంతెకోస్తా బాప్టిస్టా? യേശുക്രിസ്തു പെന്തക്കോസ്താനാണോ ബാപ്റ്റിസ്റ്റാണോ ചോദിച്ചു. బాప్టిస్ట్ వాళ్ళందరూ ఏమనుకుంటారంటే యేసుక్రీస్తు బాప్టిస్ట్ అనుకుంటున్నారు. ബാപ്റ്റിസ്റ്റ് ചർച്ചകളിൽ എല്ലാവരും എന്ത് ചെയ്യുക, യേശുക്രിസ്തു ബാപ്റ്റിസ്റ്റുകാരനാണെന്ന് വിശ്വസിക്കുന്നു. పెంతెకోస్తు వాళ్ళందరూ అనుకునేది ఏంటంటే యేసుక్రీస్తు పెంతెకోస్తులని. പെന്തക്കോസ്ത എല്ലാവരും ചിന്തിക്കുന്നത് യേശുക്രിസ്തു പെന്തക്കോസ്താനാണെന്നാണ്. అలా ముక్కలైపోయారు. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോരുത്തരും ആ ആശയത്തിൽ എന്ത് ചെയ്യുക, ചിതറപ്പെട്ടു പോയി. మరి పరలోకం వెళ్ళిన తర్వాత എന്നാൽ സ്വർഗത്തിൽ ചെന്നതിന് ശേഷം అక్కడ కూడా ఇలా బోర్డులు ఏమైనా ఉంటాయా? അവിടെ ഇങ്ങനെയുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുമോ? పెంతెకోస్తు బోర్డు, ഒരു പെന്തക്കോസ്ത് ബോർഡ്, ബാപ്റ്റിസ്റ്റ് ബോർഡ്, ഓഫിർ മിനിസ്ട്രീസ് ബോർഡ്, CSI ബോർഡ് അവിടെ ഉണ്ടോ? അവിടെ ഒന്നും ഉണ്ടാകത്തില്ല. ഒരേ ഒരു ബോർഡേ ഉണ്ടാകത്തുള്ളൂ. അത് യേശുക്രിസ്തു രക്തം എന്നുള്ള ബോർഡ്. അവിടെ ചേർക്കപ്പെടുന്ന എല്ലാവരും യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ചിതറപ്പെട്ടു പോകുന്നത്? കർത്താവ് യേശുക്രിസ്തു വേഗത്തിൽ വരുന്നു. അദ്ദേഹം വരുന്നതിന് മുന്നമേ ഒരു കാര്യം നടക്കണം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 28-ാം വാക്യം. అన్నిటికీ కుదురుబాటు కాలములు వచ్చునని దేవుడు ఆది నుండి తన పరిశుద్ధ ప్రవక్తల నోట పలికించాను. అంతవరకు యేసుక్రీస్తు పరలోక నివాసి అయ్యుట ఆవశ్యకము. 3:21. അപ്പോസ്തല പ്രവൃത്തി 3:21. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. యేసుక్రీస్తు రాబోతున్నారు. యేసుక్రీస్తు വരുന്നു. మనందరం యేసుక్రీస్తు వారి యొక్క రెండవ రాకడ కొరకు వేచి ఉన్నాం. നമ്മൾ ആ കർത്താവിന്റെ രണ്ടാം വരവിനായി എല്ലാവരും ഇത് ഒരുങ്ങിയിരിക്കുന്നവരാണ്. దానికి ముందు ఒక కార్యం జరగాలంట. അതിന് മുന്നമേ ഒരു കാര്യം നടക്കണം. ఏంటా కార్యం? എന്താണ് ആ കാര്യം? అన్నిటికీ కుదురుబాటు రావాలి. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും എന്ത് ചെയ്യുക, യഥാസ്ഥാനമാകുന്ന ഒരു കാലം വരണം. అంటే అర్థం ఏంటి? അതിന്റെ അർത്ഥം എന്താണ്? కుదురుబాటు లేదని అర్థం. ഇപ്പോൾ എന്ത് യഥാസ്ഥാനപ്പെട്ടിട്ടില്ല എന്നതിന്റെ അർത്ഥം.
అంటే ఒకప్పుడు కుదురుబాటు ఉందని అర్థం. അതിന് അർത്ഥം എന്ത് ചെയ്യുക? അതിന് മുന്നമേ എന്തുണ്ടായിരുന്നു? എല്ലാം യഥാസ്ഥാനത്തായിരുന്നു. ఆదిమ సంఘానికి ఒక కుదురుబాటులో ఉంది, ആദിമ സഭയിൽ യഥാസ്ഥാനം ഉണ്ടായിരുന്നു. కానీ ఇప్పుడు ఈ సార్వత్రిక సంఘానికి కుదురుబాటు లేదు. എന്നാൽ ഇപ്പോൾ ഈ സാർവത്രിക സഭയിൽ എന്തില്ല? ആ യഥാസ്ഥാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ఎవరికైనా పెళ్లి సంబంధం చూడాలనుకోండి, ആർക്കെങ്കിലും എന്ത് ചെയ്യും? കല്യാണം ആലോചിക്കണമെങ്കിൽ పెంతికోస్తలు పెళ్లి చేసుకుంటారు, പെന്തിക്കോസ്തുകാർ കല്യാണം കഴിക്കും, ബാപ്റ്റിസ്റ്റുകാർ കല്യാണം കഴിക്കും. ఇది ఒక క్యాస్ట్ సిస్టమ్ లా అయిపోయింది. ഇത് ഒരു ജാതി അടിസ്ഥാനത്തിൽ നമ്മൾ കല്യാണം ആലോചിക്കുന്ന പോലെ അങ്ങനെ ആയിപ്പോയിരിക്കുന്നു. యెరూషలేము కొరకు ప్రార్థన చేయాలంటే, എന്നാൽ യെരൂശലേമിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ యెరూషలేము ఇప్పుడు ఎలా ఉందో ఆలోచించాలి కదా. യെരൂശലേം ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ആലോചിക്കണ്ടേ, നമ്മൾ ചിന്തിക്കണ്ടേ. ఇంతకన్నా భయంకరమైన పరిస్థితులు ఉన్నాయి. ഇതിനേക്കാൾ വലിയ പരിസ്ഥിതി ഉണ്ട്. మా పాస్టర్ గారు ഞങ്ങളുടെ പാസ്റ്റർ రంజిత్ ఓపిరయ్య గారిని രഞ്ജിത്ത് ഓഫീർ ఒక సంఘంలో వాక్య పరిచయం చేయడానికి పిలిచారు. ഒരു സഭയിൽ വചനം സംസാരിക്കാനായി വിളിച്ചു. వాక్య పరిచయం అనంతరం വചന ശുശ്രൂഷയ്ക്ക് ശേഷം ఆ చర్చ్ ఆఫీస్ కి పిలిచారట. ആ ചർച്ചിലെ ഓഫീസിലായിട്ട് അദ്ദേഹത്തെ വിളിച്ചു. ఆఫరింగ్ ఇవ్వడానికి, ഓഫറിംഗ് ഇവിടെ കൊടുക്കാൻ വേണ്ടി. ఆఫరింగ్ ఇవ్వడానికి తీసుకోవడానికి అక్కడికి వెళ్ళినప్పుడు ആ പൈസ ഓഫറിംഗ് മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ ఆ ఆఫీస్ రూమ్ అంతా మేఘాలతో నిండిపోయిందంట. ആ ഓഫീസ് മൊത്തം എന്ത് ചെയ്യുക? ആ മേഘം കൊണ്ട് മൂടപ്പെട്ടു പോയി. పరిశుద్ధాత్మ మేఘం కాదు, ഇത് പരിശുദ്ധമാവിന്റെ മേഘമല്ല, సిగరెట్ పొగ మేఘాలు. ആ സിഗരറ്റ് പുകയുടെ മേഘം കൊണ്ട്. అంటే పాస్టర్స్ అందరూ తాగుతున్నారు, ആ പാസ്റ്റർമാരെല്ലാം എന്ത് ചെയ്യുക? അത് കുടിക്കും, ആ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. అలాగే సేవ చేస్తున్నారు. അതുപോലെ തന്നെ സേവ ചെയ്യുന്നു, കർത്താവിന്റെ വേല ചെയ്യുന്നു. ఇట్లాంటి పరిస్థితుల్లో సంఘం ఉంది. ഇതുപോലെയുള്ള സ്ഥിതിയിലാണ് എന്ത് ചെയ്യുക? ഇന്നത്തെ സാർവത്രിക സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. నేను మొదట్లో ఈ విషయం చెప్పినప్పుడు, మా సేవకులు ఈ విషయం చెప్పినప్పుడు, എന്നോട് കർത്താവിന്റെ ദാസനെ ആദ്യമായി ഈ വിഷയം പറഞ്ഞപ്പോൾ నిజంగా అలా ఎవరు ఉంటారులే, ഞാനും ചിന്തിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പാസ്റ്റർമാർ ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. ఏదో మనం నవ్వించడానికి చెప్పారేమో అనుకున్నాను. ഞങ്ങളെ എന്ത് ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്ന് ഞാനും ചിന്തിച്ചു. ఒకరోజు నేను ఈస్టర్ ప్రేయర్కి వెళ్ళాను. ഒരു ദിവസം ഈസ്റ്റർ പ്രാർത്ഥനയ്ക്ക് കടന്നു പോയപ്പോൾ ఆ సంఘ పెద్ద చాలా బలంగా అక్కడ ప్రసంగించారు. അവിടുത്തെ സഭയിലെ ഏറ്റവും വലിയ മൂപ്പൻ വളരെ ശക്തമായി പ്രസംഗിച്ചു. చాలా ఉద్యమం కలిగింది అందరికి. എല്ലാവർക്കും വലിയ ഉണർവുണ്ടായി. కొంతసేపు అయిపోయిన తర్వాత ఆ చర్చ్ గ్రౌండ్ లో కొంతమంది పెద్దలు కూర్చున్నారు. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിന്റെ മൂലയിൽ എന്ത് ചെയ്യുക? കുറച്ച് പ്രായമുള്ളവർ കൂടി വന്നു. నేను కలవడానికి వెళ్ళినప్పుడు నన్ను కూడా పిలిచారు అక్కడికి. ഞാൻ അവരെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവർ തന്നെ വിളിച്ചു. నేను వెతుక్కుని ఆ లోనికి వెళ్ళినప్పుడు ഞാനിങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ട് മൂലയ്ക്ക് ചെന്നപ്പോൾ ఈ సంఘ పెద్దలందరూ కూర్చొని తాగుతూ ఉన్నారు. ആ സഭയിലെ വലിയ മൂപ്പന്മാരെല്ലാം കൂടി എന്ത് ചെയ്യുക? വലിയ ഭാഷമാരെല്ലാം കൂടി നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. అంతకు ముందే ఉజ్జీవ ప్రసంగం చేశారు. ആ തൊട്ട് മുന്നാണ് എന്ത് ചെയ്യുക? ഉണർവ് പ്രസംഗം നടത്തിയത്. నేను చూసి షాక్ తిన్నాను. ഞാൻ അത് കണ്ടപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി. అంటే నిజంగానే తాగుతారన్నమాట. അത് സത്യമായിട്ടും എന്ത് ചെയ്യുക? ഈ ദൈവദാസന്മാർ പോലും കുടിക്കുമെന്നുള്ള യാഥാർത്ഥ്യം എന്ത് ചെയ്യുക? എനിക്ക് കണ്ണാൽ ബോധ്യപ്പെട്ടു. మరి ఇటువంటి పరిస్థితులు కేరళలో లేవా? ഇതുള്ള പരിസ്ഥിതി കേരളത്തിലുണ്ടോ? నేను ఇంకా ఎక్కువ ఉన్నాయనుకుంటున్నాను. കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സംശയമുണ്ട്. మరి యెరూషలేము క్షేమం కొరకు మనం ప్రార్థన చేద్దాం. എന്നാൽ നമ്മൾ യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കേണ്ടേ? ఎంతో ప్రయాసపడి సేవ చేసిన భక్తుల సేవ అయినా నిరుపయోగంగా మారిపోవడమేనా? എത്രയോ കർത്താവിന്റെ അഭിഷിക്തമാണെന്ന് വില കൊടുത്ത് പണിത് ഉയർത്തിയ ഈ ദൈവത്തിന്റെ വേല നമ്മൾ നശിപ്പിച്ചു കളയണമോ? మరి ప్రార్థన చేయడానికి మనం పూనుకుంటున్నాం కదా. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ കൂടി വരുന്നില്ലേ? ఒక విషయం మనం కలిగి ఉండాలి. ഒരു విషయం നമ്മൾ എന്ത് ചെയ്യുക? വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. అదేంటంటే, അതെന്താണെന്ന് ചോദിച്ചാൽ, ఇట్లాంటి పరిస్థితుల్లో ఉన్న సంఘాన్ని మనం ప్రేమపూర్వకంగా ప్రార్థన చేయాలి. ഇതുപോലെയുള്ള സഭകൾക്ക് വേണ്ടി, നശിക്കുന്ന സഭകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? വളരെ കർത്താവിന്റെ സ്നേഹത്തിൽ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കാൻ ഇടയായി തീരണം. ఎందుకంటే ఆ కింద వాక్యంలోనే അതിന്റെ താഴെയുള്ള ഭാഗത്തില് యెరూషలేమా నిన్ను ప్రేమించువారు వర్ధిల్లుదురు అని ఉంది. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. യെരൂശലേമിൽ സമാധാനം പ്രാർത്ഥിപ്പിൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. యెరూషలేము పట్ల మనం ప్రేమ కలిగి ఉండాలి. യെരൂശലേം పట్టణం మొత్తం എന്ത് ചെയ്യണം? സ്നേഹത്തോടെ ഉണ്ടായിരിക്കണം. దావీదు భక్తుడు అంటున్నాడు, ദാവീദ് ഭക്തൻ ഇപ്രകാരം പറയുന്നു, ഭക്തനായ ദാവീദ് ഇപ്രകാരം പറയുന്നു. 69వ కీర్తనలో 69ാം അധ്യായത്തിൽ സങ്കീർത്തനത്തിൽ 69వ కీర్తన 69ാം സങ്കീർത്തനം 9వ వచనం, 9ാം വാക്യം. నీ ఇంటిని కూర్చిన ఆసక్తి నన్ను భక్షించుచున్నది. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു. అంటే ప్రార్థించే మనకి ఆసక్తి అవసరం.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത്ര ആർത്തിയോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകണം. ఆసక్తి ఎంతగా ఆయనలో నిండిపోయిందంటే അദ്ദേഹത്തിൽ എത്രമാത്രം ആഗ്രഹം എന്ത് ചെയ്യാം നിറഞ്ഞു പോയെന്ന് ചോദിച്ചാൽ కన్నీరు కారుస్తూ ఉన్నాడు. അദ്ദേഹം കണ്ണുനീര് എന്ത് ചെയ്യാ, കണ്ണുനീര് ഒഴുക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. మరి మనకు కన్నీరుందా? എന്നാൽ നമുക്ക് കണ്ണുനീരുണ്ടോ പ്രാർത്ഥിക്കുമ്പോൾ? నిజంగానే మనం ఏదో ప్రార్థన చేస్తున్నామా? నిజంగానే ఇట్లాంటి భారం కలిగి ప్రార్థన చేస్తున్నామా? നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഈ ആത്മഭാരത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കണ്ണുനീരോടെയാണ് പ്രാർത്ഥിക്കുന്നത്, അതോ ഒരു പ്രാർത്ഥന ചെയ്യുമെന്നുള്ള ഒരു ചിന്തയിൽ എന്ത് ചെയ്യുക, ഒരു ചടങ്ങ് പോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? దేవుని వైపు చూసినప్పుడు ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ అడిగిన ప్రశ్న నేను మిమ్మల్ని అడుగుతున్నాను. ദൈവം എന്നോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. దావీదు భక్తుల్లో ఉన్నటువంటి ఆసక్తి ప్రార్థన పట్ల నీకుందా? ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാനുള്ള ആ ആസക്തി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ആഗ്രഹം നിനക്കുണ്ടോ എന്ന് കർത്താവിനോട് ചോദിച്ചു. నీ ఇంటిని కూర్చుని ఆసక్తి నన్ను భక్షించుతున్నది అన్నంతగా భారం నిండిన వ్యక్తి కన్నీరు కార్చకుండా ఎలా ఉండగలడు? നമ്മുടെ ഭവനത്തെ കുറിച്ചുള്ള ആർത്തി പോലും നമുക്ക് ആഗ്രഹം പോലും ഇല്ലാതെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് ആ ദൈവത്തിൽ ഇത്രമേൽ ആഴത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? ప్రార్థన చేద్దాం అయితే అవుతుంది లేకపోలేదు అనే పరిస్థితిలో మనం ప్రార్థన చేయకూడదు. പ്രാർത്ഥിക്കാൻ വിളിച്ചല്ലോ എന്ന് കരുതി നമ്മൾ പ്രാർത്ഥിക്കരുത്. ఇర్మియా భక్తుని గురించి ఒక మంచి మాట ఉంది ఇక్కడ. ഇരമ്യാവിനെ കുറിച്ചൊരു നല്ല വാക്യമുണ്ട്. 9వ అధ్యాయంలో ഇരമ്യാവ് 9ാം അധ്യായത്തിൽ నా జనులలో హతమైన వారిని గూర్చి నేను దివారాత్రము కన్నీరు విడిచినట్లు నా తల జలమయముగాను నా కన్ను కన్నీళ్ల ఊటగాను ఉండునుగాక. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രരുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ఇర్మియా ప్రవక్తకు విలాప ప్రవక్త అని పేరు. ഇരമ്യാവിന് വിലാപ പ്രവാചകൻ എന്ത് ചെയ്യുക പേരുണ്ട്. అవుట్ రీచ్ భారంతో ఉన్నటువంటి మనకి ఇదే భారం మనకు కూడా ఉండాలి. കർത്താവിന്റെ വേല ശ്രദ്ധയോടെ ചെയ്യുന്നില്ല, അത് ആത്മ ഭാരം ഉണ്ടാകണം. 8వ వచనం 20వ వచనం చూడండి. 20ാമത്തെ വാക്യം വായിക്കുമ്പോൾ కోతకాలం గతించి ఉన్నది. గ్రీష్మకాలము జరిగిపోయాను, మనం రక్షణ నందుకే ఉన్నాము అని చెబుతుంది. నా జనుల వేదన బట్టి నేను వేదన పడుతున్నాను, వ్యాకుల పడుతున్నాను, ఘోర భయము నన్ను పట్టి ఉన్నాను. దేవునికి స్తోత్రం. కింద చదవండి. గిలాదులో దుఃఖినము ఏమీ లేదా, అక్కడ ఏ వైద్యుడు లేడా, నా జనులకు స్వస్థత ఎందుకు కలగలేకపోతున్నది? దేవునికి എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ചു നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ, അവിടെ വൈദ്യനില്ലയോ? എന്റെ ജനത്തിൽ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? ఉన్నతమైన లక్ష్యం కొరకు, ഒരു ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി ഔട്ട്റീച്ച് പ്രാർത്ഥനల కొరకు పరుగులు పెడుతున్నాం. మనకి ഔട്ട്റീച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ചെലവിടുന്ന ഈ സമയങ്ങൾ ఇర్మియా మీద ఉన్నటువంటి రోదన ఆత్మ మనకు వచ్చిందా? ഇരമ്യാവിൽ നിന്ന് വ്യാപരിച്ച് ഉണ്ടായിട്ടുള്ള ആ ആത്മ ഭാരം എന്ത് ചെയ്യുക, ആ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. నా కన్ను జలమయం అవునుగాక, నా తల జలమయం అవునుగాక. നമ്മുടെ കണ്ണും എന്ത് ചെയ്യുക, നമ്മുടെ തലയും എന്ത് ചെയ്യുക, ആ കണ്ണുനീര് കൊണ്ട് നിറയപ്പെടുവാൻ ഇടയായി തീരണം. మన కన్ను కన్నీళ్లు విడుచునుగాక. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുവാൻ ഇടയായി തീരട്ടെ. మన తల జలమయం అవునుగాక. നമ്മുടെ തല എന്ത് ചെയ്യുക, കണ്ണുനീർ കൊണ്ട് നിറയപ്പെട്ടിട്ട് మనం తట్టుకోలేని ఘోరమైనటువంటి భారము మనకు కలుగును. നമുക്ക് വഹിക്കുവാൻ കഴിയാത്ത ആത്മ ഭാരം കൊണ്ട് നമ്മൾ നിറയപ്പെടട്ടെ. దేవునికి స్తోత్రం. ദൈവത്തിന് സ്തോത്രം. ఇంకొక వచనం నేను చూపించి ముగిస్తాను. മറ്റൊരു വചനം കൂടി കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 63వ అధ్యాయం యెషయా గ్రంథము, യേശയ്യാന്റെ പുസ്തകം 60ാം അധ്യായം 62ാം അധ്യായം യേശയ്യാവ് 62. యెహోవా జ్ఞాపకర్తలారా, 7 యెహోవా జ్ఞాపకర్తలారా విశ్రమింపకుడి. ఆయన యెరూషలేమును స్థాపించు వరకు, లోకమంతటా దానికి ప్రసిద్ధి కలుగజేయు వరకు ఆయనను విశ్రమింపనీయుకుడి. తన దక్షిణ హస్తము తోడని బాహుబలము తోడనియు యెహోవా ఇలాగు ప్రమాణము చేసి. దేవునికి స్తోత్రం. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും നിന്നെ മുറ പിടിക്കാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. നിന്റെ മുഖം ഞങ്ങൾ കാണാതെ നീ മറച്ചു വെച്ചു, ഞങ്ങളുടെ അകത്യങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. యెరూషలేముకు క్షేమం కొరకు ప్రార్థన చేస్తున్న మనమే యెహోవా విజ్ఞాపనకర్తలం. യെരൂശലേമിന് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ് ഇത്. మన సొంత అవసరాల కొరకు కాదు ఇక్కడ మనం ప్రార్థన చేసేది. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കേണ്ടത്. సొంత అవసరాలు చాలా ఉన్నాయి. നമുക്ക് സ്വന്തമായിട്ടുള്ള അനേക ആവശ്യങ്ങളുണ്ട്. ఈ స్థానికంగా వచ్చినటువంటి సేవకులకు కూడా కొన్ని అవసరతలు ఉన్నాయి. ഇതിനെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ദൈവാത്മാർ കൂടെ ഒത്തിരി ആവശ്യങ്ങളുണ്ട് സ്വന്തമായിട്ട്. ఆ అవసరతలని మనం పక్కన
എന്നാൽ ആ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് దేవుని హృదయ భారం ఎరిగి మనం ప్రార్థన చేయడానికి ആന്ന് ഭാരത്തോടെ എന്ത് ചെയ്യുക, കർത്താവിന്റെ വേലയിൽ എന്ത് ചെയ്യുക, വളർന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. అందరూ దేవుని దగ్గరికి వచ్చి వాళ్ళకి కావాల్సినవి పొందుకొని వెళ్ళిపోతున్నారు. അങ്ങനെ എന്ത് ചെയ്യുക, അനേകം നമുക്ക് അവർക്ക് വേണ്ടതെല്ലാം പ്രാപിച്ചിട്ട് അവർ കടന്നു പോകുന്നു. కానీ దేవుని దగ్గరికి వచ్చి ప్రభువా నీకేం కావాలని అడిగేవారు లేరు. എന്നാൽ കർത്താവിന്റെ അടുക്കൽ വന്ന കർത്താവ് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്ന ആരുമില്ല. నీ చిత్తం జరగడానికి నేనేం చేయాలని అడిగేవారు లేరు. ദൈവം എന്റെ ഹിതം നടക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരുത്തരുമില്ല. మన ప్రార్థనల ద్వారా നമ്മുടെ പ്രാർത്ഥനകൾ മുഖാന്തരം దేశమంతటా നമ്മുടെ ദേശത്ത് దేవుని చిత్తం ఏమిటని ప్రశ్నించేవారు లేపబడుతురు కాక. ആ ദേശത്തിൽ എന്ത് ചെയ്യുക, കർത്താവെ നിന്റെ ഹിതം നടക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന കർത്താവോട് പ്രാർത്ഥിക്കുന്ന അനേക ഈ നാളിൽ എഴുന്നേൽക്കുമാറാകട്ടെ. దేవుని చిత్తానుసారమైన పరిచర్యలోనికి వచ్చుదురు కాక. ആ കർത്താവിന്റെ ഹിതപ്രകാരമുള്ള കർത്താവിന്റെ വേലയിലേക്ക് അനേകർ എന്ത് ചെയ്യുക, ഈ നാളുകളിൽ സമർപ്പിക്കപ്പെട്ട് കടന്നു വരുമാറാകട്ടെ. దేవునికి స్తోత్రం కలుగును గాక. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. మనందరం ఎదుర్కొనే ఒక సవాలు సేవలో നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ഉള്ള ഈ സാർവത്രിക സഭയിൽ ఒక విషయాన్ని చెప్పి ముగిస్తాను. ഒരു വിഷയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. మన యవనస్తులకు చాలా ప్రశ్నలు ఉన్నాయి. നമ്മുടെ യൗവനക്കാർക്ക് അനേക പ്രശ്നങ്ങളുണ്ട്. బైబిల్ గ్రంథంలోని వాళ్ళ ప్రశ్నలు సేవకులను అడిగినప్పుడు ബൈബിൾ ഗ്രന്ഥത്തിൽ ബൈബിളിലുള്ള ആ വിഷയങ്ങളെ കുറിച്ച് ദൈവദാസന്മാരോട് അവർ ചോദിക്കുമ്പോൾ కొన్ని ప్రశ్నలకు సమాధానాలు చెప్తారు. ചില വിഷയങ്ങൾക്ക് സമാധാനം പറയും. కానీ చాలా విషయాలకు మౌనంగా ఉంటారు. എന്നാൽ അനേക വിഷയങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അതിന് പറയാൻ അവർക്ക് ഉത്തരമില്ല. వాళ్ళకి సమాధానం కొన్నిటికి తెలుసు, എന്നാൽ കുറച്ച് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, സമാധാനം പറയാൻ അറിയാം. కొన్నిటికి తెలియదు. എന്നാൽ കുറച്ച് విషയങ്ങൾക്ക് പറയാൻ അറിയത്തില്ല. కొన్ని తెలిసినా కూడా എന്നാൽ കുറച്ച് അറിയാമെങ്കിൽ കൂടെ వాళ్ళకి ఏ రీతిలో చెప్పాలో తెలియదు. അത് ഏത് രീതിയിൽ എന്ത് ചെയ്യാം അവതരിപ്പിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. അവതരണ ശൈലി അറിയത്തില്ല. నేను రక్షింపబడడానికి ముందు ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ నాకు చాలా ప్రశ్నలు ఉండేవి. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. నేను 10th క్లాస్ లో రక్షణ పొందాను. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്. చర్చికి వెళ్ళడం ఆరంభించాను. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ സഭയിലേക്ക് കടന്നു പോകാൻ തുടങ്ങി. అందరికీ సువార్త చెప్పేవాడిని. എല്ലാവരോടും സുവിശേഷം പറഞ്ഞ ആളാണ്. అందరి కోసం ప్రార్థన చేసేవాడిని. എല്ലാവർക്കും പ്രാർത്ഥിച്ച വ്യക്തിയാണ്. ఆ సందర్భంలో ఒక వ్యక్తి నన్ను ఒక ప్రశ్న అడిగాడు. ആ సమയത്ത് ഒരു വ്യക്തി എന്നോട് ഒരു കാര്യം ചോദിച്ചു. మీకు ఎంతమంది దేవుళ్ళు ఉన్నారని అడిగాడు. നിനക്ക് എത്ര ദൈവങ്ങളുണ്ടെന്ന് ചോദിച്ചു. నేను ఒకటే దేవుడు అని చెప్పాను. ഞാൻ ഒറ്റ ദൈവം എന്ന് പറഞ്ഞു. యేసు ప్రభు వారు బాప్తిసం పొందినప్పుడు పై నుంచి ఎవరు మాట్లాడారని అడిగారు. അപ്പൊ എന്നോട് ചോദിച്ചു, ആ വ്യക്തിയോട് ചോദിച്ചു, യേശു ക്രിസ്തു സ്ഥാനപ്പെട്ട് മുകളിലേക്ക് കയറിയപ്പോൾ ആ മുകളിൽ നിന്ന് സംസാരിച്ചത് അത് ആരാണെന്ന് ചോദിച്ചു. నా ప్రియకుమారుడు ఇతనందు నేను ఆనందించుచున్నానని అడిగిన వ్యక్తి ఎవరని అడిగాడు. ഇവന്റെ പ്രിയപുത്രനെ വലിയ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചു. రెండో వ్యక్తి కనబడుతున్నాడు. അപ്പൊ അവിടെ രണ്ടാമത്തെ വ്യക്തി എന്ത് ചെയ്യുക, അവിടെ കാണപ്പെടുന്നു. పావురాకారంతో బాప్తిసం పొందిన యేసు మీదకి వచ్చాడు. പ്രാവെന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, യേശുവിലേക്ക് ഇറങ്ങി വന്നു. ముగ్గురు కనబడుతున్నారు. അപ്പോൾ അവിടെ 3 പേര് കാണപ്പെടുന്നില്ലേ? ఒకటి దేవుడే అన్నావు. അപ്പൊ നീ ഒരു ദൈവം എന്നല്ലേ പറഞ്ഞത്, ముగ్గురు ఇక్కడ కనబడుతున్నారు. എന്നാൽ ഇവിടെ 3 ദൈവങ്ങൾ കാണുന്നില്ലേ? నాకు దానికి సమాధానం లేదు. അപ്പോൾ അതിന് സമാധാനം പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ఆయన వెళ్ళిపోతూ അദ്ദേഹം പോകുന്ന സമയത്ത് ఒక మాట అన్నాడు. ഒരു കാര്യം പറഞ്ഞു. మన దేశంలో మన సాంప్రదాయం మన మతంలో మన ആചാരം അനുസരിച്ച് విష్ణు మహేశ్వర ఉన్నారు. ബ്രഹ്മ വിഷ്ണു മഹേശ്വരനുണ്ട്. వాళ్ళే తండ్రి కుమార పరిశుద్ధాత్మగా మీరు మార్చుకున్నారని. ബ്രഹ്മാവിന് വിഷ്ണുവിനെ എന്ത് ചെയ്യുക, എങ്ങനെ മാറ്റി അത് കൺവേർട്ട് ചെയ്ത് പിതാവ് പുത്ര പരിശുദ്ധമെന്ന് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. టోటల్ కన్ఫ్యూజ్ అయిపోయాను. അപ്പൊ എനിക്ക് വളരെ എന്ത് ചെയ്യുക, കൺഫ്യൂഷനായി, സംശയമായി. అప్పుడు నేను బైబిల్ చదవాలనుకున్నాను. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ബൈബിൾ വായിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ടായി. అప్పుడు బైబిల్ చదవడం మొదలు పెట్టాను. അന്ന് മുതൽ എന്ത് ചെയ്യുക, ബൈബിൾ വായിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. బైబిల్ ఆదికాండం చదవడంతో ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ప్రశ్నలు ఇంకా ఎక్కువైనాయి. എന്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും വർദ്ധിക്കാൻ ഇടയായി തോന്നുന്നു. దేవుడు మంచి చెట్లు తెలివి వృక్ష ఫలాన్ని ఎందుకు పెట్టాడు? ദൈവം എന്തിനാണ് നല്ല ഫലം കൊടുക്കുന്ന വൃക്ഷങ്ങളെയും ചീത്തഫലം കൊടുക്കുന്ന വൃക്ഷങ്ങളെയും എന്തിനു സൃഷ്ടിച്ചു? మరి దేవుడు పెట్టడం బట్టే కదా వాళ్ళు తిన్నారు. ദൈവം അത് സൃഷ്ടിച്ചുകൊണ്ടല്ലേ തിന്നത്. అక్కడ పెట్టకపోతే ఆ వృక్షాన్ని సృష్టించకపోతే వాళ్ళు తినరు కదా. അത് എന്ത് ചെയ്യുക, ആ ചീത്തഫലം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ തിന്മയുടെ ഫലം എന്ത് ചെയ്യുക, ആ വൃക്ഷം ദൈവം സൃഷ്ടിച്ചില്ലെങ്കിൽ അവിടെ തിന്നുമായിരുന്നു. దేవుడికి తెలిసి అక్కడ పెట్టాడు. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ അത് വെച്ചതാണ് അവിടെ. మరి అక్కడ పెట్టడమే ఒక రకంగా కారణమైంది. അത് അവിടെ ആ തിന്മയുടെ വൃക്ഷം എന്ത് ചെയ്യുക, ഫലം കൊടുക്കുന്ന വൃക്ഷം അവിടെ ദൈവം ഉണ്ടാക്കിയതല്ലേ അവിടെ എല്ലാത്തിനും കാരണമായെന്ന് എന്റെ ചിന്തയിലേക്ക് വന്നു. ఆదామవులు పడిపోవడానికి ఇండైరెక్ట్ గా దేవుడే కారణం అని నేను అనుకున్నాను. ഞാൻ അപ്പോൾ എന്റെ ചിന്തയിൽ ഒരു ചിന്ത ഉണ്ടായി. കാരണം എന്താ, ആദാമും ഹവ്വയും പാപം ചെയ്യാനുള്ള കാരണം പിതാവ് ദൈവമാണെന്ന് ഞാൻ ചിന്തിച്ചു. అప్పట్లో ആ സമയത്ത് చాలా మందిని అడిగాను. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു. కొంతమంది అన్నారు సైతాన్ వల్ల పడిపోయారు అన్నారు. കുറച്ചു പേര് പറഞ്ഞു പിശാചിനാൽ അവർ വീണുപോയെന്ന് പറഞ്ഞു. మరి సైతాన్ ఎవరు అంటే
എന്നാൽ പിശാച് ആരാണെന്ന് ചോദിച്ചപ്പോൾ ప్రధాన దూతల్లో ఒకడని చెప్పారు. പ്രധാന ദൈവദൂതന്മാരിൽ ഒരാളെന്ന് അവർ പറഞ്ഞു. అప్పుడు మరలా సేమ్ ప్రశ్న అక్కడ కూడా వచ్చింది. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാ, ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. మరి ప్రధాన దూతకి దేవుడు అంత జ్ఞానం అంత అధికారం ఎందుకు ఇచ్చాడు? പ്രധാന ദൂതന് എന്തിനാണ് ദൈവം അത്രമേൽ അധികാരം കൊടുത്തതെന്ന് ചോദിച്ചു. దొంగకి బీరువా తాళాలు మనం ఇవ్వం కదా. കള്ളൻ എന്ത് ചെയ്യാ, അലമാരയുടെ താക്കോൽ അങ്ങ് ആരും കൊടുക്കുമോ? దొంగతనం అయిన తర్వాత మా ఇంట్లో దొంగతనం అయిందని గగ్గోలు పెట్టాం కదా. മോഷണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, ആ കള്ളന്റെ എല്ലാം മോഷിച്ചിട്ട് പോയെന്ന് പറയില്ലേ? ఇప్పుడు దేవుడు తీసుకొచ్చి తాళాలు మొత్తం సైతానికి ఇచ్చాడు. അപ്പോൾ ദൈവം എന്ത് ചെയ്തു, ഈ അലമാരയുടെ പ്രധാന താക്കോൽ എല്ലാം എന്ത് ചെയ്തു, ആരെ കൊടുത്തു? ഈ കള്ളന്റെ കൊണ്ട് കൊടുത്തു, ఈ విషయం నాకు പ്രധാന ദൂതനയില്ല. ഈ വിഷയം എനിക്ക് മനസ്സിലായില്ല, എന്റെ അർത്ഥം അറിയത്തില്ല. చాలా మందిని అడిగారు, చాలా ఆలోచించాను. ഞാൻ അനേവരോട് ചോദിച്ചു, പക്ഷെ ഞാൻ ഒത്തിരി ആലോചിച്ചു, പക്ഷെ കിട്ടിയില്ല. చాలా సందర్భాలు అనుకున్నాను బైబిల్ కూడా వేస్ట్ అనుకునేవాడిని. പല സന്ദർഭങ്ങൾ എന്ത് ചെയ്യാ, ഈ ബൈബിള് അത് അർത്ഥവ്യാപ്തിയില്ലാത്ത സംഗതികൾ തോന്നുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. అలా నేను ఇంజనీరింగ్ సెకండ్ ఇయర్ లో ఉన్నప్పుడు അതുപോലെ ഞാൻ എഞ്ചിനീയറിംഗ് രണ്ടാം വർഷം പഠിക്കുമ്പോൾ నా స్నేహితుడి దగ్గరికి ప్రశ్న అడిగి తీసుకున్నాను. ഞാൻ എന്റെ സ്നേഹിതന്റെ അടുക്കിലേക്ക് ഈ വിഷയവുമായി കടന്നു ചെന്നു. అతను ఓపీర్ మినిస్ట్రీ సంఘ సభ్యుడు. അദ്ദേഹം ഓബിയർ മിനിസ്ട്രിയുടെ സഭയിലെ ഒരു വ്യക്തിയാണ്. నాకు ఈ బుక్ ఇచ్చారు. അദ്ദേഹം എനിക്ക് ഈ പുസ്തകം തന്നു. God is Trinity అనే పుస్తకం ఇచ్చారు. ഈസ് ഗോഡ് ഈസ് ട്രിനിറ്റി എന്ന പുസ്തകം തന്നു. ఈ పుస్తకం నేను తెలుగులో చదివాను. ഈ പുസ്തകം ഞാൻ തെലുങ്കിൽ വായിച്ചു. పరిశుద్ధ దేవుని గురించిన జ్ఞానం పుస్తకం పేరు. പരിശുദ്ധ ദൈവത്തെ കുറിച്ചുള്ള ഒരു ജ്ഞാനമാണ് ഇത്. ఆ రాత్రి చదివాను. രാത്രിയിൽ ഞാൻ വായിക്കേണ്ടതായി തീർന്നു. ఎన్నో సంవత్సరాల ప్రశ్నకు సమాధానం దొరికింది. ഒത്തിരി വിഷയങ്ങളുള്ള സമാധിയ അറിവ് എനിക്ക് ലഭിക്കേണ്ടതായി തീർന്നു. దేవుడు ఒకడా ముగ్గుడా అన్న విషయంలో నాకు క్లారిటీ వచ్చింది. ദൈവം ഒന്നാണോ അല്ല മൂന്നാണോ എന്നുള്ള വിഷയത്തിന് എനിക്ക് അവിടെ ഉത്തരം ലഭിച്ചു. ఆ తర్వాత రెండో ప్రశ్నకి సమాధానం ఈ గ్రంథం ఇచ్చాడు. രണ്ടാമത്തെ വിഷയത്തിന് സമാധാനം ഈ പുസ്തകം എനിക്ക് ലഭിക്കേണ്ടതായി തീർന്നു. God created Satan. Did God create Satan എന്നുള്ള പുസ്തകം ലഭിച്ചു. ఇది తెలుగులో దేవుని విశ్వ ప్రణాళిక అన్న పేరుతో ఉంది. ഇത് തെലുങ്കില് దేవుని విశ్వ ప్రణాళిక. ദേവന് വിശ്വ പ്രണാളിക എന്നുള്ള പുസ്തകമായിട്ടുണ്ട്. ఈ గ్రంథం నేను చదివినాక ഈ പുസ്തകം ഞാൻ വായിച്ചതിന് ശേഷം ఆ మొదటి పుస్తకం బాగానే రాశారు కానీ ఈ పుస్తకం బాగాలేదన్నాను. ആദ്യത്തെ പുസ്തകം നല്ലപോലെ എഴുതി, രണ്ടാമത്തെ പുസ്തകം എന്ത് ചെയ്യുക, നല്ലപോലെ എഴുതിയിട്ടില്ല ഞാൻ ചിന്തിച്ചു. ఆ ఉన్నది లేని ఏదేదో రాసేసారు పాస్టర్ గారు అన్నాడు. പാസ്റ്റർ ഏതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ചിന്തിച്ചു. అప్పుడు అన్నాడు, నీ ప్రశ్నకు సమాధానం మరి ఈ గ్రంథం. നിന്റെ പ്രശ്നത്തിനല്ല, നിന്റെ ചോദ്യത്തിന് എന്ത് ചെയ്യുക, ഉത്തരം ഈ പുസ്തകമാണെന്ന് പറഞ്ഞു. పుస్తకం సమాధానం కాదంటున్నావు, సత్యం కాదంటున్నావు, మరి సమాధానం చెప్పు అన్నాడు. എന്നാൽ ഈ പുസ്തകത്തിനകത്ത് എന്ത് ചെയ്യുക, യഥാർത്ഥ ഉത്തരം നിനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഈ പുസ്തകം തെറ്റാണെന്ന് പറഞ്ഞു. నా దగ్గర సమాధానం లేదు, എനിക്ക് അതിനകത്ത് సమాధాനമില്ല, ഉത്തരമില്ല. ഞാൻ വീണ്ടും ആ പുസ്തകം വായിച്ചു, మరలా చదివాను, വീണ്ടും വായിച്ചു, 6 సార్లు చదివాను. 6 പ്രാവശ്യം വായിച്ചു. 6 సార్లు చదివిన తర్వాత ఒప్పుకున్నాను ఇది సత్యం అని. 6 പ്രാവശ്യം വായിച്ചതിന് ശേഷമാണ് ഈ പുസ്തകത്തിനകത്ത് എഴുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് കഴമ്പുണ്ടെന്ന് എനിക്ക് ബോധ്യമായത്. నాకున్న చాలా ప్రశ్నలు ఈ రెండు ప్రాముఖ్యమైనవి. ഈ രണ്ട് വിഷയങ്ങളും എന്ത് ചെയ്യുക, വളരെ പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രത്യേകതയുള്ള വിഷയമാണ്. ఇంకొక ప్రశ్న ఉండేది, മറ്റൊരു വിഷയം ചോദ്യം കൂടെ ഉണ്ട്. పరలోకం వెళ్ళిన తర్వాత സ്വർഗ്ഗത്തിലേക്ക് എന്നതിന് ശേഷം మనం యుగాలు ఏం చేస్తాము? നമ്മൾ యుഗമായിട്ട് എന്ത് ചെയ്യുക, കാലകാലമായി എന്ത് ചെയ്യും? చాలా మంది అంటారు దేవుని స్తుతిస్తామంటారు. ഒത്തിരി പേര് പറയും కర్తావిని സ്തുതിക്കുമെന്ന് പറയും. కోట్ల సంవత్సరాలు స్తుతించిన తర్వాత കോടി സംവത്സരങ്ങൾ വർഷങ്ങൾ എന്ത് ചെയ്യും, ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം ఆ తర్వాత ఏం చేస్తాం? അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. అడిగితే ఎవరు ఏం చెప్పరు. അപ്പൊ അതിന് ആരും సమాధాനം പറയുന്നില്ല. కానీ ఈ దైవజనుడు എന്നാൽ ఈ ദൈവത്തിന് അഭിഷിക്തൻ పరలోకం వెళ్ళిన తర్వాత സ്വർഗ്ഗത്തിലേക്ക് എന്നതിന് ശേഷം మనం ఏమేమి చేస్తామో നമ്മൾ എന്തെല്ലാം ചെയ്യുമെന്ന് మరొక గ్రంథాన్ని రాశారు. മറ്റൊരു ഗ്രന്ഥം എഴുതുവാനായി തീർന്നു. ఇలాంటి గ్రంథాలు చాలా ఉన్నాయి. അതുപോലെ ഒത്തിരി ഗ്രന്ഥങ്ങളുണ്ട്, చాలా లోతైనటువంటి విషయాలు. ഒത്തിരി ആഴമേറിയ വിഷയങ്ങൾ. ఇలాంటి ప్రశ్నలు మొదట దైవజనులకు వచ్చాయి. ഇതുപോലെ ഒത്തിരി വിഷയങ്ങൾ എന്ത് ചെയ്യുക, കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷേകനും അഭിമുഖീകരിക്കുവാനായി തീർന്നു. ఈ దైవజనుడు ഈ ദൈവദാസൻ బైబిల్ గ్రంథాన్ని ബൈബിളില് 127 సార్లు చదివారు. 127 പ്രാവശ്യം വായിച്ചു. హిందూ వేదాలు ഹൈന്ദവ ഗ്രന്ഥങ്ങൾ 76 సార్లు చదివారు. 76 പ്രാവശ്യം വായിച്ചു. ఖురాన్ గ్రంథాన్ని ഖുറാൻ ఒక 17 సార్లు చదివారు. 17 ప్రాവശ്യം വായിച്ചു. ఈయన ఒక సత్యాన్వేషకుడు. ഇദ്ദേഹം ഒരു സത്യാന്വേഷണ ചിന്തകനാണ്. దేవుడిచ్చిన విశేషమైన జ్ఞానాన్ని బట్టి, కృపను బట్టి ദൈവം കൊടുത്തിട്ടുള്ള ആ ജ്ഞാനത്തെയും ആ കൃപയെയും അടിസ്ഥാനമാക്കി ప్రస్తుత అంత్యకాలంలో అవసరమైన గ్రంథాలు దేవుడు ఈయన ద్వారా రచింపజేశాడు. അന്ത്യകാലഘട്ടത്തിൽ അത്യവസരമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതുവാൻ കർത്താവിന്റെ ദൈവം ഉപയോഗിച്ചു. రక్షణ పొందడానికి రెండు గ్రంథాలు కారణం. ഞാൻ ക്രിസ്തുവിൽ ഉറക്കപ്പെടുവാനുള്ള 2 കാരണം ഈ പുസ്തകം വായിച്ചതാണ്. దేవుని కృప నుండి తొలగిపోకుండా ఉండడానికి ఈ గ్రంథాలు కారణం. ഞാൻ ആ കർത്താവിൽ നിന്ന് എന്ത് ചെയ്യുക, വീണ് പോകാതിരിക്കാൻ ഈ ഗ്രന്ഥങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചു. ప్రపంచమంతటా మన ప్రాంతాలలో ఇలాంటి ప్రశ్నలతో చాలా మంది యువత ఉన్నారు. അതുപോലെ ഈ ലോകത്തിൽ എന്ത് ചെയ്യുക, പ്രപഞ്ചത്തില് ഒത്തിരി പേര് എന്ത് ചെയ്യുക, ഈ ബൈബിളിനെ സംബന്ധിച്ച അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ കുഴയുന്നവർ അനേകരുണ്ട്.
వాళ్ళ ప్రశ్నలకు మనం సమాధానం చెప్పినప్పుడు അവരുടെ പ്രശ്നങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുമ്പോൾ సంఘంలో ముఖ్యమైన పాత్రలుగా వారు మారుతారు. അവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമ്പോൾ അവർ സഭയിലെ എന്ത് ചെയ്യുക ഏറ്റവും നല്ല വ്യക്തികളായി ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികളായി മാറുവാനായി തീരും. సైన్స్ అభివృద్ధి చెందింది. സയൻസ് എങ്ങനെ അഭിവൃദ്ധിയായി മാറിയത്? బైబిల్ ఇప్పుడు మనకు ఆ ప్రశ్నలకు సమాధానం చెప్పలేదు అని చాలా మంది యువత అనుకుంటున్నారు. അതുപോലെ തന്നെ ബൈബിൾ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരികയില്ല എന്ന് അനേകർ ചിന്തിക്കൂ. సైన్స్ ఎంత అభివృద్ధి చెందినా ശാസ്ത്രം എത്ര പുരോഗതി പ്രാപിച്ചാലും సమంజసమైన എന്തെല്ലാം എന്ത് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചാലും హేతుబద్ధమైన ప్రతి ప్రశ్నకు എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും సమాధానం ఉంది. ബൈബിളിനകത്ത് ഉത്തരമുണ്ട്. ఇది ఓపెన్ మినిస్ట్రీ యొక్క నిదానం విశ్వాసం. ഇത് ഓപ്പൺ മിനിസ്ട്രിയുടെ എല്ലാവരുടെയും വിശ്വാസം ഉറച്ച വിശ്വാസമാണ്. ఇంత లోతుగా ഇത്ര ആഴത്തിൽ వాక్యాన్ని మనం స్థిరపరిచినప్పుడు വാക്യത്തിനകത്ത് നമ്മൾ ഉറയ്ക്കുമ്പോൾ సంఘంలో క్షేమస్థితి మరలా కలుగుతుంది. സഭയ്ക്കകത്ത് എന്ത് ചെയ്യുക അതിനകത്ത് ഒരു യഥാസ്ഥാനപ്പെടൽ ഉണ്ടാവാനായി തീരും. దేవునికి స్తోత్రం కలుగును. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. దేవుని రాకడ కొరకు ദൈവത്തിന്റെ വരവിന് വേണ്ടി సిద్ధపడినటువంటి సంఘముగా ഒരുക്കപ്പെട്ടിട്ടുള്ള സഭയായിട്ട് అలంకరించబడిన సంఘముగా അലങ്കരിക്കപ്പെട്ട സഭയായിട്ട് దేవుని సార్వత్రిక సంఘం ദൈവത്തിന്റെ സാർവത്രിക സഭ మార్చబడుతుంది. മാറിക്കൊണ്ടിരിക്കുന്നു. దేవునికి స్తోత్రం. ദൈവത്തിന്റെ സ്തോത്രം. ప్రకటన గ్రంథం വെളിപ്പാട് പുസ്തകം 21వ అధ్యాయం 21-ാം അധ്യായം ఒక మాట చదువుకొని ముగిద్దాం. ഒരു വാക്യം വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ఒక నూతన యెరూషలేము పట్టణాన్ని అక్కడ చూస్తాం. ഒരു പുതിയ യെരൂശലേമിനെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. నేను నూతనమైన యెరూషలేము అను ఆ పట్టణము తన భర్త కొరకు అలంకరించబడిన పెండ్లి కుమార్తె వలె సిద్ధపడి పరలోకమందున దేవుని యొద్ద నుండి దిగివచ్చుట చూసి తిని. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ఇది వధువు సంఘంలో ఒక భాగాన్ని సూచిస్తుంది. ഇത് വധുവിന്റെ സഭയിലെ ഭാഗമായിട്ട് കാണിക്കുന്നു. వీళ్ళు అలంకరించబడ్డారు, సిద్ధపడ్డారు. ഇത് അവിടെ అలంకరించപ്പെട്ടു, ഒരുക്കപ്പെട്ടു. సార్వత్రిక సంఘం ఇప్పుడు దేవుని వాక్యం చేత అలంకరించబడాలి. സാർവത്രിക സഭ ദൈവസഭ വചനം കൊണ്ട് അലങ്കരിക്കപ്പെടണം. వాక్యం ద్వారా దిద్దుకోవాలి. വചനം കൊണ്ട് ഒരുക്കപ്പെടണം. అలా అలంకరించబడడం, దిద్దుకోవడమే సిద్ధపడడం. അലങ്കരിക്കപ്പെടുക, ഒരുക്കപ്പെടുക, ഒരുങ്ങി നിൽക്കുക എന്നുള്ള വിഷയം. ఈ గొప్ప లక్ష్యంతో, ఈ గొప్ప గురితో మేము ప్రార్థనకు వచ్చాము. ഈ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നത്. దేవునికి స్తోత్రం కలుగును గాక. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. మనం ప్రేమ చేత నింపబడదాం. നമ്മൾ ദൈവ സ്നേഹത്തിൽ നിറയപ്പെടണം. దావీదులో ఉన్న భారము చేత నింపబడదాం. ദാവീദിലുള്ള ഭാരത്ത് പോലെ നമ്മൾ നിറയപ്പെടണം. ఇర్మియాలో ఉన్న భారం చేత నింపబడదాం. ഇരമ്യാവിൽ ഉണ്ടായിട്ടുള്ള ഭാരം പോലെ നമ്മൾ ഭാരം ഉണ്ടാകണം. ప్రేమ కలిగి సత్యం ద్వారా, ദൈവ സ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് సత్యాన్ని చెప్పడం ద్వారా സത്യമെന്തി നമ്മൾ അറിയിക്കുന്ന മുഖാന്തരം అనేకులను సత్య సంబంధులుగా చేర్చు. അനേകരെ ഈ സത്യത്തിലോട്ട് വഴി നടത്തുവാൻ దేవుడి కొద్ది మాటలు దీవించుగాక. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനപ്രകാരം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. అవకాశం ఇచ్చినటువంటి పెద్దలకు వందనాలు. ഈ അവകാശം എല്ലാ ശ്രേഷ്ഠ അഭിഷേകത്തിന് നന്ദി പറയുന്നു.